അസാധാരണമായ ഒരു വിശാലത ഈ ഒരു മാസം വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് തുടങ്ങി വയ്ക്കുകയാണ്. ഓരോ മാസവും നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ മാസത്തിൻ്റെ അവസാന ദിവസത്തോടെ അത് തീർന്നു എന്ന് ആരും ചിന്തിക്കരുത്. അതിൻ്റെ അടിസ്ഥാനമിടുന്നേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ മേൽ പണിത് ഇനിയുള്ള മാസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ അതിൻ്റെ പണി നടക്കും. മെയ് മാസം അവസാനത്തോടെ അസാധാരണമായ വിശാലത തീരുകയല്ല, തുടങ്ങുകയാണ്. കൈകളെ ഉയർത്തുന്നു, പ്രാർത്ഥിക്കാമോ? ദൈവപ്രവൃത്തിയെ, ദൈവികമായ വിശാലതകളെ പ്രായമൊന്നും ചിന്തിക്കേണ്ട, വിദ്യാഭ്യാസ നിലവാരം നോക്കരുത്, സാമ്പത്തിക നിലവാരം നോക്കരുത്, കുടുംബം, കുലം, ഗോത്രം, വംശം നോക്കരുത്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ഡീലാണിത്. ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ അതിരുകളെ അങ്ങ് വിശാലമാക്കണമേ. യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ഇവിടെയുള്ള ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, കുഞ്ഞുങ്ങളോട്, എല്ലാവരോടും ഞാൻ പറയാം, ഒന്ന് ചങ്കിൻ്റെ അകത്തു നിന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഏതായാലും വന്നു, ചങ്കിൻ്റെ അകത്തു നിന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ അതിരുകളെ അങ്ങ് വിശാലമാക്കണമേ. ഒരു ചോട്ടാ ദൈവത്തെ അല്ല നീ വിളിക്കുന്നത്, അഖിലാണ്ടത്തിൻ്റെ രചയിതാവ്, സൃഷ്ടിച്ച സകലത്തെയും പരിപാലിക്കുന്നവൻ, വായിലെ വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും താങ്ങി നിർത്തുന്ന ദൈവം. ദൈവത്തിൻ്റെ വലുപ്പത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. വലതേ കൈയുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ പറയാം, മെയ് മാസം അസാധാരണ വിശാലതകളുടെ മാസം. വിശാലതയുടെ മാസം. ആ ചുരുട്ടി പിടിച്ച കയ്യെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറ, എൻ്റെ ജീവിതത്തിൽ മെയ് മാസം അസാധാരണമായ വിശാലതയുടെ മാസം. തന്നെ താൻ പറയാമോ? എൻ്റെ ജീവിതത്തിൽ മെയ് മാസം അസാധാരണമായ വിശാലതയുടെ മാസമാണ്. ഡിക്ലറേഷനിലേക്ക് പോകാം. പ്രാവചനിക പ്രഖ്യാപനം എല്ലാവരും ചേർന്ന് പറയാമോ? ഈ മാസം കർത്താവ് എൻ്റെ പ്രാപ്തിയെ വിശാലമാക്കുന്നു, എൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സകല പരിധികളും മാറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ ഈ മാസം ദൈവിക വർധനവിൽ ജീവിക്കും, പുതിയ മേഖലകൾ അവകാശമാക്കാനുള്ള അധികാരം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ഫോക്കസ് വേഴ്സ് ഒന്ന് നോക്കാം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർത്തട്ടെ, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. കുറച്ചു നേരം ആ ടെന്റ് ഒന്ന് നോക്കാം, ആ കൂടാരം ഒന്ന് നോക്കാമോ? കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. എത്രത്തോളം വിശാലമാക്കുമോ അത്രത്തോളം ഞാൻ നിറച്ചു തരാം. ഇരിക്കും.
മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചത് യു നീഡ് മോർ സ്പേസ്. ഞെരുക്കത്തിൽ ഒരു വിശാലത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണം, എങ്കിൽ മാത്രമേ ദൈവം നൽകുന്നതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ആഴ്ചയിൽ ഹൗ ടു പ്രേ ഫോർ മോർ സ്പേസ്. കൂടുതൽ സ്ഥലത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശാലതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ച് ജീവിതം മാറ്റിയെടുത്ത ഒരു കഥാപാത്രമാണ് നമ്മളന്ന് കണ്ടത്, യബ്ബേസ്. യബ്ബേസിൻ്റെ ജീവിതത്തിൽ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേദന എന്ന് പേരിട്ടു. ജീവിതകാലം മുഴുവൻ വേദനയെ ചുറ്റിപ്പറ്റി വേദനയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജന്മം. അവൻ തീരുമാനിച്ചു, എനിക്കങ്ങനെ ജീവിക്കാൻ മനസ്സില്ല. എത്രയോ പേർക്കുള്ളിൽ ചിന്തയുണ്ട്, ഞാൻ വേറൊരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു പേര് വിട്ടിരുന്നെങ്കിൽ ഈ ചെല്ലപ്പേരുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പനമ്മയെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അപ്പനെ അമ്മയെ മാറ്റിയെടുക്കാൻ പറ്റുമോന്ന് എവിടെയെങ്കിലും വല്ല എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ടിനെ എടുത്തു, നല്ല രണ്ടെണ്ണത്തിന് താ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റിയെടുക്കാമായിരുന്നു. പക്ഷെ മാതാപിതാക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. യബ്ബേസ് ഒരു വഴി കണ്ടുപിടിച്ചു. മമ്മിയോട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മമ്മി എനിക്ക് പേരിട്ട് കഴിഞ്ഞു, എല്ലാവരും ഇപ്പം അങ്ങനെ വിളിക്കുന്നത്. എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ളൊരുവനുണ്ട്. അവൻ മുട്ടിൽ വീണിട്ട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഒന്ന് നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ ഈ പേര് ദോഷമൊന്ന് മാറ്റി, വ്യസനഹേതുവായതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇതുപോലെ എനിക്ക് നിറമില്ല, എൻ്റെ മൂക്ക് നല്ലതല്ല, എൻ്റെ കുടുംബം നല്ലതല്ല, എൻ്റെ വിവാഹ ജീവിതം ഇങ്ങനെയായിപ്പോയി, എൻ്റെ കുടുംബം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേര് എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് വേദപുസ്തകത്തിൽ സംഭവിച്ചതാണെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും, അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ കഴിയും. ബൈബിളിൽ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും റിപ്പീറ്റബിളാണ്. ഇപ്പോഴത്തെ തലമുറയിൽ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് വേണമെങ്കിൽ സാധിച്ചെടുക്കാം. അമൃത കർത്താവ്, എൻ്റെ അതിരുകളൊന്ന് വിശാലമാക്കി തരണേ. അനർത്ഥം വ്യസനഹേതുവാകാതെ വണ്ണം നീ എന്നെ ഒന്ന് കാക്കണമേ. നിൻ്റെ കൈ എന്നോടുകൂടെ ഒന്ന് ഇരിക്കണേ. എൻ്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണേ. ദൈവം, അവൻ ചോദിച്ചത് ദൈവം അവന് നൽകി. അതാണ് സാക്ഷ്യം. ഇനി കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം, നമ്മുടെ ഹാപ്പി ഹോംസ് ഇവിടെ നടന്ന സമയത്ത് ക്ഷമ സിസ്റ്റർ ഞാനിരുന്ന് സംസാരിക്കുന്നതിൽ ഒരു ചെറിയ പീസ് എടുത്ത് മീഡിയ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു. അതിതാണ്, എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം, ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം. അതെനിക്ക് തോന്നുന്നു 12 ലക്ഷം പേരൊന്നും അത് കണ്ടു. അതിൽ അടിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നി. ചില ഭാര്യമാർ എഴുതിയിരിക്കുക 15 വർഷമായി വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ ഒരു ടവൽ പോലും എൻ്റെ ഭർത്താവ് മേടിച്ചു തന്നിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ അതിൽ കൂടിയതൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലോട്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, കമൻറ്റുകൾ അതുപോലെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുക. അതിലധികം കണ്ടിരിക്കുന്ന പ്രാർത്ഥനക്കാരൊന്നുമല്ല, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അതിനോടൊന്നും ബന്ധപ്പെട്ടാൽ കുടുംബജീവിതത്തിൻ്റെ കാര്യമാണ്.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളാകുമ്പോൾ ഇതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വിപ്ലവം ജീവിതത്തിൽ ആരംഭിക്കാൻ ഒരു കൊച്ചു പ്രാർത്ഥന മതി. ബൈബിൾ ദീർഘമായ പല പ്രാർത്ഥനകളും എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥന, ശലോമോൻ്റെ പ്രാർത്ഥന, മോശയുടെ പ്രാർത്ഥന, ദാവീദിൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം നീണ്ട പ്രാർത്ഥനകളാണ്. യോഹന്നാൻ 17 യേശുവിൻ്റെ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ എന്നറിയപ്പെടുന്നു. എന്നല്ല എബ്ബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രേ ഉള്ളൂ നീളം, സിമ്പിൾ പ്രെയർ. പക്ഷെ കിട്ടിയത് എന്താണെന്നറിയോ? അതിര് വിശാലമാക്കണമേ. ഇപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ പറയണം, ഒരുപക്ഷെ അവന് ഒരു 7 സെൻറ്റ് സ്ഥലം കിട്ടിയെന്നിരിക്കട്ടെ. പാർട്ടീഷൻ നടന്നപ്പോൾ 7 സെൻറ്റ് സ്ഥലം കിട്ടി. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായത് അവൻ്റെ പേരിൽ ഒരു സിറ്റിയാണ്. 1 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിലുണ്ട്, യബ്ബേസിൻ്റെ പട്ടണം. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആരാണെന്നറിയാമോ? അന്നത്തെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ, സ്ക്രൈബ്സ് എന്നറിയപ്പെട്ടവരാണ് ആ പട്ടണത്തിൽ താമസിച്ചത്. എലീറ്റ് ക്ലാസ്. ഒരു കൊച്ചു പ്രാർത്ഥന വേദന നിറഞ്ഞ ഒരു ജീവിതത്തിൽ വരുത്തിയ മാറ്റം. എനിബഡി ഇൻട്രസ്റ്റഡ്? ഇന്നിവിടെ ഹാജരായിരിക്കുന്ന ഓരോ ബ്ലെസ്സിങ് ടുഡേയിലുമുള്ള സഭകളിൽ ഇരിക്കുന്നവർ, ഭവനങ്ങളിൽ കാണുന്നവരോട് പറയുകയാണ്, നിൻ്റെ നാവിൽ നിന്ന് വരുന്ന ചില കൊച്ചു പ്രാർത്ഥനകൾ, എൻ്റെ ദൈവശാസ്ത്രമൊന്നും അറിയണ്ട, ചങ്കിനകത്ത് നിന്നും വേദനയോടെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച് മറ്റൊരു ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കും. ദൈവത്തിന് എത്രത്തോളം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ കഴിയും, വിശാലമാക്കാൻ കഴിയും, വലുതാക്കാൻ കഴിയും. അബ്രഹാമിനെ വിളിച്ചപ്പോൾ തലമുറകളില്ലാത്ത അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, എബ്രായ നാമങ്ങൾ വെറും പേരുകളല്ല, വിളിക്കാൻ സുഖമുള്ള പേരുകളല്ല അവരിടുന്നത്. ഒരു നാമത്തിനകത്തൊരു പേരിനകത്തൊരു പ്രോഫസി ഉണ്ട്, ഒരു പ്രവചനദൂതുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവി കിടക്കുന്നത് ആ പേരിലാണ്. എന്ന് മാത്രമല്ല, ഈ ബൈബിളിലെ ഓരോ ക്യാരക്ടേഴ്സും ഒരു സ്പിരിച്വൽ പാത്വേ തുറന്നു തരും. എന്ന് വെച്ചാൽ ഓരോ കഥാപാത്രങ്ങളും വെറുതെ ബൈബിളിൽ പെറുക്കി എഴുതി വച്ചിരിക്കുകയല്ല. ആ പാതയിൽ നടന്നാൽ, അബ്രഹാം നടന്ന പാതയിൽ നടന്നാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും. ഹന്ന നടന്ന പാതയിൽ ആരെങ്കിലും ജീവിക്കാൻ തിരഞ്ഞെടുത്താൽ ഹന്നയുടെ അനുഗ്രഹങ്ങളുണ്ടാവും. ദാവീദിൻ്റെ പാതയിൽ ജീവിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ദാവീദിന് സംഭവിച്ചത് നിൻ്റെയും ജീവിതത്തിൽ മറ്റൊരു ലെവലിൽ വെളിപ്പെടും. അതിനുവേണ്ടിയാണ് ഈ ബൈബിൾ കഥാപാത്രങ്ങൾ എഴുതിയിരിക്കുന്നത്, അതല്ലാതെ സൺഡേ സ്കൂളിൽ കളർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. കർത്താവിന് എത്ര വേണേലും ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനും പേർ വലുതാക്കാനും വിശാലമാക്കാനും സാധിക്കും. പക്ഷേ അതിനു മുമ്പൊരു കാര്യം സംഭവിക്കണം, അകത്ത് ഒരു മാറ്റമുണ്ടാകണം. പുറത്തൊരു വിശാലത വരുന്നതിന് മുമ്പ് അകത്തൊരു വിശാലത വരണം. ഉരുട്ടി എഴുതി വെക്കുക, പുറത്ത് വിശാലത വരുന്നതിന് മുമ്പ് അകത്ത് വിശാലത ഉണ്ടാകണം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ സ്ക്രീനിൽ കാണാം, നിങ്ങളുടെ ആന്തരിക ലോകത്തെ വിശാലമാക്കുക. നിങ്ങളുടെ ആന്തരിക ലോകത്തെ വിശാലമാക്കുക. നിങ്ങളുടെ ആന്തരിക ലോകത്തെ വിശാലമാക്കുക. എല്ലാവരും ഒന്ന് വാഗൊണ്ട് പറയാമോ? നിങ്ങളുടെ ആന്തരിക ലോകത്തെ വിശാലമാക്കുക.
പറയാൻ കാരണം, ഓരോ വ്യക്തിക്കും ഒരു ആന്തരിക ലോകവുമുണ്ട്, ഒരു ബാഹ്യ ലോകവുമുണ്ട്. ബാഹ്യലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ഇതെല്ലാം ബാഹ്യലോകമാണ്. അതുപോലെ തന്നെ നമ്മുടെ അകത്തൊരു ലോകമുണ്ട്, ഇന്നർ വേൾഡ്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സങ്കല്പങ്ങളെല്ലാം ചേർന്ന് അകത്ത് ഒരു ലോകമുണ്ട്. അവിടെ ഒരു വിശാലത വന്നെങ്കിൽ മാത്രമേ ബാഹ്യലോകത്തിലൊരു വിശാലത വരൂ. അനേകർ ജീവിക്കുന്നത് വളരെ ചെറിയ ഒരു ആന്തരിക ലോകത്താണ്. ഇവിടെ ദൈവം പണിയുവാൻ അനുവാദം കൊടുത്താൽ അവിടെ ദൈവം ആദ്യം പണിയും, അതിന് ശേഷം പുറത്ത് വിശാലത കൊണ്ടുവരും. Amen. 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 എന്ന് വെച്ചാൽ ചിന്തകളിൽ മാറ്റം വരണം. ചെറിയ ചെറിയ ചിന്തകൾ, സങ്കല്പങ്ങൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. പലരോടും ചോദിച്ചാൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും നല്ല രീതിയിലൊന്നങ്ങ് കഴിഞ്ഞുകൂടി, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോകണം അല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോയി ഏൽപ്പിക്കാനുള്ളതൊക്കെ പിള്ളേരെയൊക്കെ ഒന്ന് ഓരോരുത്തരുടെ കൈ പിടിപ്പിച്ച്, ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, പിള്ളേരെയൊക്കെ ഒന്ന് ഓരോരുത്തരുടെ കൈ പിടിപ്പിച്ച് എന്ന് വെച്ചാൽ കല്യാണമൊക്കെ നടത്തി എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിച്ച ശേഷം എനിക്ക് ഇവിടുന്ന് പോകണം. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ആഗ്രഹമില്ല. ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് മാത്രമേ നടക്കൂ. പകരം ചോദിക്കുക, കർത്താവേ 1000 പേരെയെങ്കിലും രക്ഷയിലേക്ക് നടത്തി, 1000 പേരെയെങ്കിലും നരകത്തിയിൽ നിന്ന് വലിച്ചെടുത്ത് സ്വർഗീയമായ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് കാണാൻ എന്നെങ്ങാനും പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ. ഒത്തിരി വിശ്വാസികളും സ്വാർത്ഥരാണ്. അവരുടെ ആകെയുള്ള പ്രാർത്ഥന, കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ. ആമേൻ. കൂടിപ്പോയ ചർച്ചിലെ പാസ്റ്ററേയും കൂടി വേണമെങ്കിൽ അങ്ങ് അനുഗ്രഹിച്ചേക്ക്, പറ്റുവാണെങ്കിൽ അതും കൂടി നടന്നോട്ടെ. ഇതിനപ്പുറത്തോട്ടൊരു പ്രാർത്ഥനയോ ദർശനമോ സാധാരണ വിശ്വാസികൾക്കില്ല. മിസ്കോട്ട് ചെയ്യരുത്. മുൻകൂർ ജാമ്യത്തോടെ ഞാൻ പറയുകയാണ്, അത്ഭുതങ്ങൾ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ല. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കണ്ട ഒരു ജനവിഭാഗമുണ്ട്. ഈജിപ്തിൽ അടിമകളായി കിടക്കുകയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങളിലൂടെ ഡെലിവറൻസ് കിട്ടി സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തു വന്ന് പ്രപഞ്ചത്തിൽ നടന്നിട്ടില്ലാത്തതുപോലെ ചെങ്കടൽ പിളർന്ന് പുറത്തു കൊണ്ടുവന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ നിമിഷവും അത്ഭുതം കണ്ടവർ സ്വന്തം പാസ്റ്ററെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കല്ലുകൾ എടുത്തു. അത്ഭുതങ്ങൾ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുകയില്ല. അത്ഭുതങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിശ്വാസം വന്നെന്നിരിക്കും. മിറക്കിൾസ് ആർ ക്രൗഡ് പുള്ളേഴ്സ്. അത്ഭുതം കൊണ്ട് ജനക്കൂട്ടം ഉണ്ടാവും, വൗ പറയും. പക്ഷെ അത്ഭുതങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുകയില്ല. ജനങ്ങൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവവചനം അകത്ത് വരണം. ആന്തരിക ലോകം മാറുന്നില്ലെങ്കിൽ നിന്റെ ബാഹ്യലോകം മാറുകയില്ല. ആന്തരിക ലോകത്തിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിന്റെ ബാഹ്യലോകത്തിൽ വ്യത്യാസം വരികയില്ല. ഇത് മാറണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധാരാളമായി അകത്ത് ചെന്ന് ചിന്തകളിൽ മാറ്റമുണ്ടാകണം. ആന്തരിക ലോകം മുഴുവൻ ഒരു അഴിച്ചുപണിക്ക് വിധേയമാകണം. അപ്പോഴാണ് ദൈവത്തിന് ധാരാളമായി സ്വർഗത്തിലെ പാണ്ഡികശാലകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം തരുവാൻ. കൂടെ വരുന്നവർ മാത്രം കൈകൾ അടിച്ച് എന്താണ് ആന്തരിക ലോകം? ആന്തരിക ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമുള്ളൊരു ലോകമാണ്. അതിൽ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വിശ്വാസ രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആത്മീയമായ ആഴങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ലോകമാണ് ഒരു മനുഷ്യൻ്റെ ആന്തരിക ലോകം.
എന്നാൽ അവിടെ പലരും ജീവിക്കുന്നത് വളരെ കുടുസ് ലോകത്തിലാണ്. വളരെ ചെറുതാണ് ഈ ലോകം പലർക്കും. സ്വാർത്ഥതകൾ കൊണ്ട് ആ ലോകത്തെ നമുക്ക് വളരെ ചെറുതാക്കാൻ സാധിക്കും. എന്നാൽ സ്വാർത്ഥത എടുത്ത് കളയാമെങ്കിൽ ഈ ലോകം വളരെ വലുതാവും. ഒരാൾ പോലും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എന്തോ പത്മോസ് ദ്വീപിൽ പെട്ട പോലെയൊക്കെ തോന്നുന്നു. സ്വാർത്ഥത കൊണ്ട് എൻ്റെ ആന്തരിക ലോകത്തെ വളരെ ചെറുതാക്കാൻ കഴിയും. നിസ്വാർത്ഥത കൊണ്ട് ഈ ലോകത്തെ വലുതാക്കാൻ കഴിയും. എത്രത്തോളം നിസ്വാർത്ഥമാകുന്നു അത്രത്തോളം ആളുകളെ കയറ്റാം. Come in, come in, come on, come on, welcome, welcome, welcome. എല്ലാവരും അകത്തോട്ട് കയറ്റാം. അതിനനുസരിച്ച് ആ ലോകം വലുതായിക്കൊണ്ടിരിക്കും. നെഞ്ചിൽക്ക് വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ സ്വാർത്ഥത ഒന്ന് എടുത്ത് കളഞ്ഞതാ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് എന്നിലൂടെ ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല? ഉത്തരം ഇതാ, ഞാൻ സ്വാർത്ഥനായതുകൊണ്ട്. ആരോടും ഞാൻ സുവിശേഷം പറയുന്നില്ല. എനിക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ മതി. ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും രക്ഷിക്കപ്പെടാത്ത ഒരാളെ കൊണ്ടുവരായിരുന്നു. സ്വാർത്ഥതയുള്ളത് കൊണ്ടല്ലേ നമ്മൾ വേഗം റെഡിയായി നമ്മളിങ്ങോട്ട് പോകുന്നത്. ഞാൻ മാത്രം പോയാൽ മതിയെന്നേ. അതൊക്കെ കർത്താവ് നോക്കിക്കോളാം. അതിനൊക്കെ ഡാമിയൻ ബ്രദറുണ്ട്, അമ്പോസ് ബ്രദറുണ്ട്, അതേ ബ്രദേഴ്സ് ഒത്തിരി ഉണ്ടല്ലോ. അവരുടെ ജോലിയല്ലേ, അവർ ചെയ്യട്ടെ. ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ എല്ലാമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകും. അതാണ് എൻ്റെ പോളിസി. ഇൻക്ലാബ് സിന്ദാബാദ്. അതിനനുസരിച്ച് നമ്മുടെ ലോകം ചെറുതായി 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 വന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ വേലി ഒന്ന് പൊളിച്ച് ഞാൻ മാത്രമല്ല എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്കൊരാഗ്രഹമുണ്ട്, എല്ലാവരും രക്ഷിക്കപ്പെടണം. അടുത്ത ആളോട് പറയും, നിങ്ങളുടെ ആന്തരിക ലോകത്തെ വലുതാക്കുക. അതുപോലും പറയുന്നില്ല ചിലർ. അത്രയും സ്വാർത്ഥത. ഞാൻ ഈ ഇത്രയും പറഞ്ഞത് കുറച്ചെങ്കിലും മനസ്സിലായവരൊന്ന് കൈവർത്താം. ഇത് വിശാലമായ മാത്രമേ നമ്മുടെ ലോകം പുറത്തുള്ളതും വിശാലമാകുകയുള്ളൂ. എനിബഡി ഇൻട്രസ്റ്റ്? ബാക്കി പറഞ്ഞോട്ടെ? ഓക്കെ. നമ്മുടെ അകത്തുള്ള ചിന്തകളാണ് നമ്മുടെ ലോകത്തെ ചെറുതാക്കണോ വലുതാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഭയങ്ങൾ വരും. ഭയങ്ങൾ നമ്മുടെ ലോകത്തെ ചെറുതാക്കും. ഉദാഹരണത്തിന്, ഭയമുള്ള ഒരാൾ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയില്ല, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല. ബ്ലെസ്സിങ് ടുഡേ ആണെന്ന് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയാലോ, നമ്മളെ കല്യാണം വിളിച്ചില്ലെങ്കിലോ, ഒരാവശ്യം വന്നാൽ അവർ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ബ്ലെസ്സിങ് ടുഡേ പറയില്ല, യേശുവിനെക്കുറിച്ച് പറയില്ല, വചനം പറയില്ല, സാക്ഷ്യം പറയില്ല. ഫിയർ. എന്ത് സംഭവിക്കും? ലോകം ചെറുതായിക്കൊണ്ടിരിക്കും. ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വ ബോധം, ലോകം ചെറുതായിക്കൊണ്ടിരിക്കും. മടിയുണ്ടെങ്കിൽ ചെറുതാവും, ലോകം ചെറുതാവും. മടി, അകത്ത് മടി, എല്ലാവരിലും മടിയുണ്ട്. പക്ഷെ അതിനെ ജയിക്കുമല്ലേ എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ ഇന്ന് മടി പിടിച്ച് വീട്ടിലിരിക്കുക, ഒരു സൺഡേ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് കുറേ നാളായില്ലേ, 42 വർഷമായി പണിക്കിറക്കി, ഇന്നൊരു ദിവസം ബ്രേക്ക്. എനിക്ക് വേണമെങ്കിൽ ഇരിക്കുക. പക്ഷെ ആ മടിയെ അതിജീവിച്ചാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കിരിക്കാമായിരുന്നു, പക്ഷേ നിങ്ങൾ അതിനെ അതിജീവിച്ചു. എല്ലാവരും ഓൺലൈൻകാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് മടി പോകാൻ. നെഗറ്റീവ് ചിന്തകൾ ലോകത്തെ ചെറുതാക്കും. ആന്തരിക ലോകത്തെ ചെറുതാക്കുന്നതാണ് നെഗറ്റീവ് ചിന്തകൾ. എല്ലാവരിലും നെഗറ്റീവ് ചിന്തകൾ വരും.
നമ്മളെന്താ ചെയ്യേണ്ടത്? എൻ്റെ ഓർമ്മ ശരിയാണ്, 2 കൊരിന്ത്യർ 10:3-5 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനായി പിടിച്ചടക്കണം. ഹൗ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാനിവിടെ പറഞ്ഞിരുന്നു. കേട്ടവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ആരെങ്കിലും കേട്ടോ? പട്ടം പറപ്പിക്കുമ്പോൾ ഇതിങ്ങനെ തത്തിക്കളിച്ചങ്ങ് പോകുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വലി വലിക്കും എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വലി. ഇപ്പം അങ്ങനെ വേണ്ട, അവിടെ നിൽക്കുക എന്ന് ഓരോ പ്രാവശ്യവും ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ, ടോക്സിക് ചിന്തകളെ വലിച്ച് ഇരുത്തണം. ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോളായി പോകും. നല്ലൊരു വണ്ടി സൂപ്പറായിട്ട് കുതിച്ചു പോയി, ബ്രേക്ക് മാത്രമില്ല. എങ്ങനെ ഉണ്ടാവുക വണ്ടി? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഓടിക്കുമോ? ബ്രേക്കില്ല, വേറെ എല്ലാം ഉണ്ട്, ഓടിച്ചോ, വണ്ടി പോവും, നിങ്ങൾക്ക് പോകേണ്ടിടത്തെല്ലാം പോവും. ബ്രേക്കില്ല, നിങ്ങൾ ആ വണ്ടിയിൽ കയറുമോ? ട്രാൻസ്പോർട്ട് ബസ് സൂപ്പർ ഫാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക, അവിടെ ഈ കണ്ടക്ടർ അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടും, പക്ഷേ എന്തില്ല? ബ്രേക്കില്ല. എങ്ങനെ ഇവിടെ നിന്നു, നിങ്ങൾ കയറിക്കോ. ബ്രേക്കില്ല, എല്ലാവരും വാ എന്ന് പറഞ്ഞ് നിങ്ങൾ കയറുമോ? അടുത്ത ആളോട് പറ ബ്രേക്കില്ലാതെ ജീവിക്കരുത്. വേറൊരാളോട് പറ ബ്രേക്കില്ലാതെ വണ്ടി ഓടിക്കരുത്. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് വിടണം. എന്തിന്? ചിന്തകൾക്ക് ബ്രേക്ക്. 73-ാം സങ്കീർത്തനത്തിൽ ഒരാൾ പാട്ടെഴുതുക, സങ്കീർത്തനം എഴുതി വരുമ്പോൾ സ്വന്തം കഥ അങ്ങ് എഴുതിപ്പോയി, എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. വേണ്ടാത്ത കുറേ ചിന്തകളൊക്കെ അകത്തു വന്നു. എന്തായിരുന്നു ചിന്ത? പുള്ളി നോക്കിയപ്പോൾ ദുഷ്ടന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ കാശുണ്ടാക്കുന്നു, ഡംബിച്ച് എന്ത് അഹങ്കാരം പറഞ്ഞു കൂട്ടുന്നത്. പക്ഷെ അവർക്ക് യാതൊരു കഷ്ടതയും കാണുന്നില്ല. നമ്മളിവിടെ കുറ്റമില്ലായ്മയിൽ കൈ കഴുകി വിശുദ്ധിയിൽ പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് അല്ലെങ്കിൽ ഉപവസിച്ച് വേദപുസ്തകം വായിച്ച് ആരെ ഉപദ്രവിക്കാൻ പോകാതെ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച് എന്നും പ്രശ്നമാണ്. ഇങ്ങനെ അങ്ങ് അകത്ത് ഭയങ്കര വിഷമം വന്നു അദ്ദേഹത്തിന്. വിഷമം വന്നിട്ട് വേണ്ടാത്ത കുറേയൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കൂട്ടി. എന്താ ഞാൻ ചെയ്യുന്നത്? ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറകളോട് ദോഷം ചെയ്യുമല്ലേ? ബ്രേക്ക് കൂട്ടി, സഡൻ ബ്രേക്ക് കൂട്ടി. എന്നിട്ട് ദേവാലയത്തിലേക്ക് ചെന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് വിഷ്വൽസ് എല്ലാം അങ്ങ് മാറി, പിക്ചറുകളെല്ലാം മാറി. നോക്കിയപ്പോൾ ഈ ദുഷ്ടന്മാരെല്ലാം വഴുവഴുപ്പിന്മേലാണ് നിൽക്കുന്നത്. ഏത് സമയത്ത് ഒന്ന് സ്ലിപ്പ് ചെയ്ത് നേരെ പോയി വീഴുന്നത് താഴ്വരയിലല്ല, ലേക്ക് ഓഫ് ഫയർ. എവിടെയാണ് ചെന്ന് വീഴുന്നത്? തീ പൊയ്കയിലാണ് ചെന്ന് വീഴുന്നത്. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിന്മേൽ നിർത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ കഷ്ടതയിലൂടെയാണ് പോകുന്നതെങ്കിലും അതൊരു റിഫൈനറി ആയിട്ടെടുത്ത് എന്നെ ശുദ്ധീകരിച്ച് കുറച്ചുകൂടി മാറ്റുകൂടി, കുറച്ചുകൂടി വിശുദ്ധി കൂടി ഞാൻ നിന്റെ സന്നിധിയിലെത്തിച്ചേരും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നോർമലായി. 73-ാം സങ്കീർത്തനം സ്വന്തം ബൈബിളിലുള്ളവരൊക്കെ ഒരു ഹല്ലേലൂയ പറ. ഇന്ന് പോയി വായിക്കണം, എഴുതി വെക്ക്. 73-ാം സങ്കീർത്തനം. ആരുടെ ഇത്? ആസാഫിൻ്റെയാണ്. ആരോ ആസാഫിൻ്റെ. ലോകത്തിൽ ഒരു ദുഃഖമില്ലാതെ, ചോദ്യം കേൾക്ക്, ഹലോ, ലോകത്തിൽ ഒരു ദുഃഖമില്ലാതെ അല്ലലില്ലാതെ ജീവിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടി സുഖിച്ച് ജീവിച്ച് നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? അല്പം പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും ഞെരുക്കമുള്ള പാതയിലൂടെയാണെങ്കിലും ഇപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ടാൽ നിത്യത മുഴുവൻ സ്വർഗീയ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നോ? തിരഞ്ഞെടുക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി ക്രിസ്തുവിനെ നോക്കുക. അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത ക്രൂശിനെ അലക്ഷ്യമാക്കി എന്ത് ചെയ്തു? അതെല്ലാം ചെയ്തിട്ട് അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, പുറയിലല്ല സന്തോഷം, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത ക്രൂശിനെ അലക്ഷ്യമാക്കി കഷ്ടത സഹിച്ച് അവൻ എന്ത് ചെയ്തു? മഹത്വത്തിൽ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് പോയി അവൻ ഇരുന്ന ചരിത്രം ഓർത്ത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. കാരണം ഫിനിഷിംഗ് ലൈനിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാ മക്കളെ, വാ 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 വാ, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഓടിവാ.
പുറമേയുള്ള അനുഗ്രഹം വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ കർത്താവ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അകത്തെ മനുഷ്യനെ പണിയാനാണ്. അകത്തെ മനുഷ്യനെ പണിത ശേഷമാണ് ഈ അനുഗ്രഹങ്ങൾ കിട്ടുന്നതെങ്കിൽ അത് നിലനിൽക്കും, തലമുറകളിലേക്ക് പാസ് ഓൺ ചെയ്യും. എന്നാൽ അകത്ത് പണി നടക്കാതെ ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയാൽ അത് പാഴാക്കും. തീരുമാനിക്കുക ഏത് വേണം, അകത്താദ്യം നടക്കണോ പുറത്താദ്യം നടക്കണോ? ഹല്ലേലൂയ. ജൂൺ മാസത്തിൽ മൺസൂൺ കിട്ടുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ കിട്ടുമോ? കിട്ടും. എല്ലാ വർഷവും കാലവർഷം വരും. മൺസൂൺ എന്നൊരു ഫിനോമിനൻ കേരളവാസികൾക്ക്, കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടും. ഭയങ്കരമായ മഴ വരുമ്പോൾ ഒരാളൊരു കപ്പുമായിട്ട് വരുവാണ് വെള്ളം പിടിക്കാൻ. ഒരാളൊരു കപ്പുമായിട്ട് വരുന്നു. വേറൊരാളോട് വലിയൊരു ടാങ്ക് ഉണ്ടാക്കി റെയിൻ വാട്ടർ ഹാർവസ്റ്റിന് വേണ്ടിയിട്ട്. രണ്ട് കൂട്ടർക്കും ഒരേ മഴയാണ് കിട്ടുന്നത്, ഒരേ മൺസൂണാണ് കിട്ടുന്നത്. ഈ കപ്പുമായിട്ട് നിൽക്കുന്നവൻ എന്ത് കിട്ടും? ആ കപ്പിനകത്ത് വെള്ളം കിട്ടും. റെയിൻ വാട്ടർ ഹാർവസ്റ്റിന് വേണ്ടി വലിയ ലക്ഷക്കണക്കിന് ലിറ്റർ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ടാങ്ക് പണിതവന് അത്രയും കിട്ടും. എന്തുകൊണ്ട്? കപ്പിനകത്ത് സ്ഥലമില്ല, ടാങ്കിനകത്ത് കൂടുതൽ സ്ഥലമുണ്ട്. പറ, ഇത് വിശാലമാക്കാമെങ്കിൽ, അകത്ത് വിശാലമാക്കാമെന്ന്, എൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാമെങ്കിൽ വേണ്ടുവോൾ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ കിട്ടേണ്ടതിന് ഞാൻ ആകാശത്തോട് കൽപ്പിക്കും, ഞാൻ സ്വർഗമണ്ഡലങ്ങളോട് കൽപ്പിക്കും. സ്ഥലം പോരാതെ വണ്ണം വർഷിപ്പിക്കുവാൻ എൻ്റെ കയ്യിലുണ്ട് മക്കളെ. പക്ഷേ കപ്പുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ടാങ്ക് പണി, അടുത്ത ആളോട് പറ, ടാങ്ക് പണിയാൻ പറ. എന്ത് ചെയ്യണം? കപ്പുമായിട്ട് നിൽക്കരുത്, ടാങ്ക് പണിയണം. എങ്കിൽ മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏശയ്യാവിൻ്റെ പുസ്തകം, ഏശയ്യാവ് പ്രവാചകൻ്റെ പുസ്തകം 54:2 പറയുന്നത്, enlarge the place of your tent. നിന്റെ കൂടാരത്തെ വിശാലമാക്കുക. അടുത്ത ആളുടെ പറ, നിന്റെ കൂടാരത്തെ വിശാലമാക്കുക. അതിനുശേഷം പറയുന്നുണ്ട്, ഡു നോട്ട് ഹോൾഡ് ബാക്ക്. തടുത്തു വയ്ക്കരുത്, ചുരുക്കിക്കളയരുത്, വിശാലമാക്കുക. ഞാനൊരു മെസ്സേജ് പറയാം, അത് അടുത്ത ആളോട് പറയാം. അടുത്ത ആളുടെ മുഖത്തേക്ക് നോക്ക്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, ചെവി കൊണ്ട് കേട്ടിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കുക, എന്നിട്ട് പറയുക, നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാതെ ദൈവത്തിന് നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറ്റില്ല. വേറൊരാളോട് അത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാതെ, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളളവ്, ഉൾക്കൊള്ളുവാനുള്ള capacity is simply how much you can hold, handle or contain. എത്രത്തോളം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും, കൈകാര്യം ചെയ്യാൻ കഴിയും, അതാണ് നിങ്ങളുടെ കപ്പാസിറ്റി. ഞാൻ ഈ വെള്ളം കുടിക്കുന്നതുണ്ടോ? എത്ര ലിറ്റർ ഇതിൽ ഒഴിക്കാൻ പറ്റും? കണ്ടിട്ട് 1/2 ലിറ്റർ എന്ന് പറയും. ഒരു 5 ലിറ്റർ ഉണ്ടെങ്കിൽ ഇതിൽ ഒഴിക്കാൻ പറ്റുമോ? നോ. അപ്പോൾ ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിനൊരു കപ്പാസിറ്റി ഉണ്ടെന്നറിയാമോ? ഇത്ര GB കപ്പാസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കും. സ്റ്റോറേജ് ഫുൾ. നിങ്ങളുടെ വീടിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ക്ലാസ് റൂമിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സ്കൂളിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സഭയ്ക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു വ്യക്തിക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സ്ത്രീക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു പുരുഷനൊരു കപ്പാസിറ്റി ഉണ്ട്. ഒരു പെൻഡ്രൈവ് എടുത്താൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഒരു ഹോസ്പിറ്റലിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഇത്ര പേഷ്യൻസിനെ പറ്റൂ, ഇത്ര ബെഡേ ഞങ്ങൾക്കുള്ളൂ, ബാക്കി റെഫർ ചെയ്യും ഇന്ന സ്ഥലത്തോട്ട്. പിന്നെ ഈ രോഗമൊന്നും ട്രീറ്റ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് എഴുതി തരാം, അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് പോകൂ, ഞങ്ങൾ ഇവിടെ എടുക്കുക. കപ്പാസിറ്റി തീർന്നു. ഒരു ഗവൺമെൻറ്റിനൊരു കപ്പാസിറ്റി ഉണ്ട്.
കപ്പാസിറ്റി ഇല്ല. കപ്പാസിറ്റിക്ക് ഒരു കണക്കും ഇല്ലാത്തത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് മാത്രമേ ദൈവത്തിന് അതിരുകളെ വിശാലമാക്കാൻ സാധിക്കൂ, ദൈവത്തിനെ കൂടുതൽ അനുഗ്രഹിക്കാൻ സാധിക്കൂ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കപ്പാസിറ്റി വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തി പിടിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Amen. Your capacity determines the level of your expansion. നിങ്ങളുടെ വിശാലതയുടെ തലം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഉൾക്കൊള്ളുവാനുള്ള കഴിവാണ്. എത്രത്തോളം വിശാലമാകണമെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. നിങ്ങളുടെ കാര്യപ്രാപ്തിയാണ് നിങ്ങളുടെ വിശാലതയുടെ തോത് നിർണ്ണയിക്കുന്നത്. ഒന്ന് വായിച്ചേ. നിങ്ങളുടെ കാര്യപ്രാപ്തിയാണ്. അതായത് സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1. ഇത് വായിച്ചിട്ടുള്ള ഒത്തിരി പേർക്ക് ദഹനക്കേടുണ്ടായി. ദൈവം ചെയ്തത് തെറ്റ്. കാരണം എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ, സമത്വം വേണ്ടേ. സത്യം ഞാൻ തുറന്നു പറയാം, ദൈവം സമത്വത്തിൻ്റെ ദൈവം അല്ല. അത് കമ്മ്യൂണിസമാണ്, അത് സോഷ്യലിസമാണ്. ദൈവം ഒരിക്കലും ഈക്വാലിറ്റി പറഞ്ഞിട്ടില്ല. ദൈവം എല്ലാവരെയും ഒരേപോലെ അല്ല കാണുന്നത്. സ്നേഹം ഒരുപോലെയാണ്. എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഇടപെടലുകളിൽ വ്യത്യാസമുണ്ട്. ദഹനക്കേട് ഉണ്ടാകുന്ന കാര്യം എനിക്കറിയാം. കുറച്ച് നേരം എടുക്കും ഇത് ദഹിച്ചു വരാൻ. ദൈവം ഈക്വാലിറ്റിയുടെ ദൈവം അല്ല. ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് ഈക്വാലിറ്റി. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് വെറൈറ്റി. പല തരത്തിൽ സൃഷ്ടിക്കുകയും പലതരം മനുഷ്യർ, പലതരം രീതികൾ, പലതരം കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരോടും ഒരേപോലെയല്ല. നിങ്ങൾക്ക് 5 മക്കളുണ്ടെങ്കിൽ അപ്പനമ്മ പറയും എനിക്ക് എല്ലാ മക്കളും ഒരേപോലെയാണ്. നീ ഇങ്ങോട്ട് വന്നേ, വേറെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് അവന് വേറെ സ്പെഷ്യൽ കൊടുക്കും. ഇത് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന് എന്തോ എനിക്ക് അവനോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ, അല്ലെങ്കിൽ അവനാണ് എൻ്റെ ആവശ്യ സമയത്ത് അവനെ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഇത്തിരി കൂടുതലിരിക്കട്ടെ. അപ്പോൾ ഈക്വാലിറ്റി പറഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നത്? ശരിക്കും നോർമലായിട്ടുള്ള മാതാപിതാക്കൾക്കറിയാം ഓരോ മക്കളോടും ഡിഫറൻ്റായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. അത് ഒരിക്കലും സമത്വമില്ലായ്മയോ അങ്ങനെയുള്ള ഒന്നുമല്ല, പാർഷ്യാലിറ്റി അല്ലത്. ഓരോരുത്തരുടെയും രീതികളാണ്. ആൺമക്കളോട് ഡീൽ ചെയ്യുന്നത് പോലെയല്ല പെൺമക്കളോട് ഡീൽ ചെയ്യുന്നത്. ബോയ്സ് ആർ ബോയ്സ്, ഗേൾസ് ആർ ഗേൾസ്. അവരുടെ രീതികൾ, അവരുടെ പരിപാടികളൊക്കെ വേറെയാണ്. പെൺകുട്ടികളുടെ ആവശ്യങ്ങൾ വേറെയാണ്, ആൺകുട്ടികളുടെ ആവശ്യങ്ങൾ വേറെയാണ്. സംസാരിക്കുമ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കുന്ന വിഷയങ്ങളല്ല ആൺകുട്ടികളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. വളരെ ധനികനായ ഒരു മനുഷ്യൻ താൻ ദൂരയാത്ര പോകുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലുള്ള പണം 3 പേർക്കായിട്ട് കൊടുത്തു. ആദ്യത്തെ ആൾക്ക് 5 താലന്ത്. ഇത് വളരെ സവിസ്തരം ഞാനിവിടെ ഒരു ദിവസം പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്. 5 താലന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 രീതിയിലുള്ള കഴിവുകൾ അല്ലേ? ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ് ആണോ? അല്ല. താലന്ത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. നിങ്ങൾ പോയി റിസർച്ച് ചെയ്യുക. 5 talents എന്ന് പറഞ്ഞാൽ 5 സഞ്ചി നിറയെ സ്വർണം. അന്ന് പ്രധാനമായിട്ടും അവരുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്തത് സ്വർണ്ണമായിട്ടൊക്കെയാണ്. അപ്പോൾ 5 bags ഓഫ് ഗോൾഡ്. അവിടെ NIV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കണം. 5 bags ഓഫ് ഗോൾഡ്. രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? 2 താലന്ത് എന്ന് വെച്ചാൽ 2 ബാഗ് നിറയെ സ്വർണം കൊടുത്തു. മൂന്നാമത്തെ ആൾക്ക് എന്ത് കൊടുത്തു? 1 ബാഗ് നിറയെ സ്വർണം കൊടുത്തു. അതെന്തായിരുന്നു അവരുടെ ബിസിനസ് ക്യാപിറ്റൽ? അവിടെ എഴുതിയിട്ടുണ്ടോ? അവർക്ക് വ്യാപാരം ചെയ്യുവാൻ വേണ്ടിയുള്ള ബിസിനസ് ക്യാപിറ്റലാണ് കൊടുത്തത്. ഈ മൂലധനം ഉപയോഗിച്ച് പോയി ബിസിനസ് ചെയ്തിട്ട് വർദ്ധിപ്പിച്ച് തിരിച്ചു വരിക. ചോദ്യം ഇതൊന്നുമല്ല. എന്തുകൊണ്ട് ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1? അവിടെ എഴുതിയിട്ടുണ്ട് അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം. അതെ, അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. ആള് പോയി, യാത്ര പുറപ്പെട്ടു.
അവനവൻ്റെ ആരുടെ കയ്യിൽ ബൈബിളില്ലെന്നറിയാം, എങ്കിലും വീട്ടിൽ പോയെങ്കിലും ഇതൊന്ന് വരക്കണം നല്ലതാണ്. ആ പ്രാപ്തിക്കൊത്തവണ്ണോടത്ത് കളർ അടിക്കുക, പെയിൻ്റ് അടിക്കണം, ഹൈലൈറ്റ് ചെയ്യണം. പ്രാപ്തിക്ക് അവനവൻ്റെ പ്രാപ്തി പോലെ. ഇത് അസമത്വമാണോ? അല്ല, അത്രേ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അതവർ തെളിയിച്ചു. അതിനുശേഷം അവർ ബിസിനസ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ 5 താലന്ത് കിട്ടിയവൻ 10 കൊണ്ടുവന്നു, 2 താലന്ത് കിട്ടിയവൻ 4 കൊണ്ടുവന്നു, 1 കിട്ടിയവൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കർത്താവ് നമ്മുടെ കയ്യിൽ തരുന്നത്, കർത്താവ് നമ്മുടെ കയ്യിൽ തരുന്നത് എന്താണ്? എൻ്റെ മാനേജീരിയൽ കപ്പാസിറ്റി അനുസരിച്ച് എത്ര എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത്രേ തരൂ. അത് വർദ്ധിപ്പിച്ചാൽ കൂടുതൽ തരും. ദൈവം നൽകുന്ന 2 ഫാക്ടറുകൾ, 2 ഘടകങ്ങളാണ് ദൈവം നോക്കുന്നത്. 1 കപ്പാസിറ്റി, 2 സ്റ്റുവാർഡ്ഷിപ്പ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം എനിക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മാനേജീരിയൽ കപ്പാസിറ്റി. ഇത് രണ്ടും നോക്കിയിട്ടാണ് ദൈവം കാര്യങ്ങൾ നൽകുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റോറേജ് ഫുള്ളായാൽ നിങ്ങൾ എന്താ ചെയ്യാറ്? ഡിലീറ്റ് ചെയ്യും. ഒന്നാമത് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്യുക, ജങ്ക് ഫയലുകൾ. ഞാൻ ചെയ്യുന്നത്, ഇതിലൊരു ഓപ്ഷനുണ്ട്. ഇടയ്ക്ക് സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചാൽ ഉടൻ തന്നെ അവിടെ കാണിക്കും ലാർജർ ഫയൽസ്, ലാർജർ ദാൻ 5 GB. അത് മൊത്തം എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ കുറേ സ്പേസ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത വീഡിയോ മുഴുവൻ എടുത്ത് ഡിലീറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ സ്പേസ് കിട്ടും. അപ്പോൾ പുതിയത് ഡൗൺലോഡ് ചെയ്യാം, പുതിയത് സേവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സ്റ്റോറേജ് വലുതാക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ക്ലൗഡ് സ്റ്റോറേജ്. ഇത്ര ടെറാബൈറ്റ്സ്, ഇത്ര TB വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങിച്ച് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് വലുതാക്കാം. അപ്പോൾ 2 കാര്യം ചെയ്യണം. 1, ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യുക. 2, സ്പേസ് വർദ്ധിപ്പിക്കുക, സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കുക. ഇത് 2ഉം ചെയ്തെങ്കിലേ കപ്പാസിറ്റി വർദ്ധിക്കൂ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പാത്രങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ കരുണാപാത്രങ്ങളാണ്, കോപപാത്രങ്ങളല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ കരുണാപാത്രങ്ങളോടും ഞാൻ സംസാരിക്കുന്ന ഈ പാത്രത്തിനകത്ത് ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് പുറത്ത് കളയണം. ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടോ, ആരുടെങ്കിലും കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, എടുത്ത് പുറത്ത് ദൂരകളാണ്. അപ്പോൾ കൂടുതൽ സ്പേസ് അവിടെ ഉണ്ടാകും. ദൈവത്തിന് പലതും അതിൽ നിറയ്ക്കാൻ കഴിയും. അസൂയ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തുകളാം, സ്വാർത്ഥത ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തുകളാം. ഹല്ലേലൂയ. അവിശ്വാസത്തെ പുറത്തിയാടിക്കണം. അപ്പോൾ കൂടുതൽ സ്പേസ് അകത്തുണ്ടാവും. ഹല്ലേലൂയ. തെറ്റായ ചിന്തകളെല്ലാം എടുത്ത് പുറത്ത് കളയുക. മടിയുണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കളയണം. ഭയം പുറത്ത് കളയണം. കൊച്ച് വളരെ ചെറിയ ദർശനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ദർശനം പുറത്ത് കളയുക. അപ്പോൾ ദൈവത്തിന് കൂടുതൽ നമ്മിലേക്ക് പകരാൻ കഴിയും. ഈ പാത്രത്തിനകത്ത് ഏറ്റവും നല്ലത് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. കൈകളടിച്ച് കർത്താവിന് നന്ദി പറ. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഫോർഗെറ്റിംഗ് വാട്ട് ഈസ് ബിഹൈൻഡ്, സ്ട്രെയിനിങ് ടുവേർഡ് വാട്ട് ഈസ് എഹെഡ്. പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും. അതാണ് അദ്ദേഹം എന്ത് ചെയ്തു? പിൻപിലുള്ള പലതും അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ട് മാത്രമേ മുൻപിലേക്ക് ആഞ്ഞ് ഓടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭൂതകാലത്തിലെ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭാവിയിലേക്ക് ഓടാൻ സാധ്യമല്ല. ഈ സ്റ്റേ വയറുകൾ എല്ലാം മുറിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് ഓടുവാൻ കഴിയുള്ളൂ. പഴയ
ഹാബിറ്റുകൾ, അഡിക്ഷനുകൾ ബ്രേക്ക് ചെയ്യണം, എക്സ്ക്യൂസുകൾ ബ്രേക്ക് ചെയ്യണം, ടോക്സിക് റിലേഷൻഷിപ്സ് മുഴുവൻ കളയണം. ഇവിടെ ഇരിക്കുന്ന പലരും നന്നാകാത്തതിന് കാര്യം പറയാം, നിൻ്റെ കൂട്ടുകാർ ശരിയല്ല, നിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. എത്ര പേരത് തീരുമാനിക്കും? തെറ്റായ ഒരു കോൺട്രാക്റ്റ് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഡിലീറ്റ് ചെയ്യാമെങ്കിൽ നിനക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. തീരുമാനിക്കുക, ഇന്ന് തീരുമാനിക്കുക. ആവശ്യമില്ലാത്ത രാത്രിയിലെ കോളുകളൊക്കെ ഒന്ന് ഒഴിവാക്കാമോ? തെറ്റായ കണക്ഷനുകൾ ഒഴിവാക്കാമോ? നേരെ ചൊവ്വേ ജീവിക്കാത്ത, ദൈവഭക്തിയില്ലാത്ത മനുഷ്യരുമായുള്ള നിൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളും ഉപേക്ഷിക്കാമെങ്കിൽ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത് അടുത്തൊരു ലെവലിലേക്കായിരിക്കും. തീരുമാനിച്ച് കൈയടിക്കും. നിങ്ങളുടെ അലമാരയിൽ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സ് ഇരിപ്പുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇട്ടിട്ട് പോലുമില്ല, ഇനി ഇടാനും പോകുന്നില്ല. അതെടുത്ത് മാറ്റുവാണെങ്കിൽ പുതിയ ഡ്രസ്സ് വയ്ക്കാം. പലരുടെ അലമാര മുഴുവൻ നിറഞ്ഞിരിക്കുക, കുത്തി തള്ളി കയറ്റി നിറച്ചു വച്ചേക്കുക. ഈ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് അതിൽ ഒരു ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല, എങ്കിലും ഇങ്ങനെ കുത്തി സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുക. അതെടുത്ത് മാറ്റാമെങ്കിൽ പുതിയ നല്ലതെല്ലാം അടുക്കി വെച്ച് വളരെ വൃത്തിയായിട്ട് ആ വാർഡ്രോബ് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ജീവിതം. ആവശ്യമില്ലാത്തതും പഴയ ജങ്ക് ആയിട്ടുള്ളതെല്ലാം ലൈഫിൽ നിന്ന് വലിച്ചെറിയാമെങ്കിൽ കർത്താവ് പറയുന്നു, ഇതാ പുതിയതൊന്നും നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നു, പഴയത് ഓർക്കണ്ട, ഇപ്പോൾ ഞാൻ പുതിയതൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്യുക. നീ കാണുന്നില്ലേ? നീ മനസ്സിലാക്കുന്നില്ലേ? ഐ ആം ഡൂയിങ് എ ന്യൂ തിങ് ഇൻ യുവർ ലൈഫ്. പ്രൈസ് ഗോഡ്. ഞാൻ വളരെ വേഗത്തിൽ 7 മേഖലകളിൽ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കേണ്ട 7 മേഖലകൾ പറയാൻ പോവുക. കുറിച്ചെടുക്കണം, എല്ലാവരും എഴുതി വെക്കണം. നമ്പർ 1, മെൻ്റൽ കപ്പാസിറ്റി, മാനസിക ശേഷി. ഓരോ മനസ്സിനും ഒരു ശേഷിയുണ്ട്, അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് കൂടുതൽ നൽകാൻ കഴിയൂ. എത്ര പ്രാർത്ഥിച്ചാലും അതിന് വിശാലമാകണമെങ്കിൽ, ജീവിതത്തിൽ വിശാലത വരണമെങ്കിൽ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്ന് ആരംഭിക്കുക. മനസ്സിനകത്തുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. മെനി ലിമിറ്റേഷൻസ് ആർ മെൻ്റൽ. എത്ര പേർ ഇവിടെ ഇരിക്കുന്നവരുടെ കയ്യിൽ തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകമുണ്ട്? കൈതാഴെയിടാം. അത് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കിട്ടിയപ്പോഴല്ലേ വായിച്ച്? ഓരോ ആവർത്തി കൂടി വായിക്കുക. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടെയെല്ലാമാണ് തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്യേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും അടുത്തൊരു ലെവലിലേക്ക് ജീവിതം പോവുകയില്ല. സദൃശവാക്യങ്ങൾ 23 വചനം പറയുന്നു, ഫോർ ആസ് ഹി തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒന്ന് വായിച്ചത്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. ഓരോ വ്യക്തി എന്ത് മനസ്സിൽ കണക്ക് കൂട്ടുന്നു അതുപോലെ ഇരിക്കും ജീവിതം. റോമാലേഖനം 12:2 പറയുന്നു, ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എല്ലാവരും ഒന്ന് പറഞ്ഞ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. രക്ഷയെക്കുറിച്ചുള്ളൊരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു. രക്ഷ നഷ്ടപ്പെടുമോ? എത്ര പേരത് കണ്ടു? രക്ഷ നഷ്ടപ്പെടുമോ പോഡ്കാസ്റ്റ് കണ്ട് എത്ര പേരുണ്ട്? കാണാത്തവർ ഇന്ന് തന്നെ കാണുക. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. പോഡ്കാസ്റ്റ് എന്നുള്ളൊരു സെക്ഷനുണ്ട്, അതിലെല്ലാം അടുക്കോടെ കിടപ്പുണ്ട്. എനിക്ക് ലഭിച്ച രക്ഷ എനിക്ക് നഷ്ടപ്പെടുമോ? അതിന് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയൊരു കാര്യം പറയുകയാണ്. രക്ഷിക്കപ്പെട്ടവർ കൈ ഉയർത്തുക. രക്ഷിക്കപ്പെട്ടവർ മാത്രം കൈ ഉയർത്തുക. വെരി ഗുഡ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് രക്ഷിക്കപ്പെട്ടത്? നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ സമ്പൂർണ്ണ രക്ഷയിൽ നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഇവിടെ കൈവച്ച് പറഞ്ഞ്, എൻ്റെ
ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അതാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സർവവും പുതുതായി തീർന്നിരിക്കും. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ എപ്പോൾ കിട്ടും? യേശു രണ്ടാമത് വരുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. വാർദ്ധക്യത്തിലേക്ക് പോയി ഈ ശരീരം വിട്ട് നമ്മൾ പോവുകയാണ്. ഈ ശരീരം ഇതുപോലെ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. പകരം ഒരു പുതിയ ശരീരം നമുക്ക് ദൈവം, റെസറക്റ്റഡ് ബോഡി, പുനരുത്ഥാന ശരീരം നമുക്ക് ലഭിക്കാൻ പോകുന്നു. അപ്പോൾ മാത്രമേ ഈ ശരീരം രക്ഷിക്കപ്പെടുകയുള്ളൂ. എപ്പോൾ? കാഹളനാദം മുഴങ്ങുമ്പോൾ, യേശു ആ ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നതിൻ്റെയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരം രക്ഷിക്കപ്പെടുന്നത്. അതിനർത്ഥം ശരീരത്തിൻ്റെ രക്ഷ പുനരുത്ഥാനമാണ്. ആത്മാവിൻ്റെ രക്ഷ വീണ്ടും ജനനമാണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് സോൾ, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ ദേഹി എന്ന് വിളിക്കപ്പെടുന്ന മൈൻഡ്, വിൽ, ഇമോഷൻസ് ഉൾപ്പെട്ടൊരു പാർട്ടുണ്ട്. അതിൻ്റെ രക്ഷ എന്താണെന്നറിയാമോ? ട്രാൻസ്ഫോർമേഷൻ. അതാണ് റോമാലേഖനം 12:2 പറഞ്ഞിരിക്കുന്നത്, നാൾ തോറും നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ചുരുക്കി പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ശേഷം, വീണ്ടും ജനിച്ച ശേഷം മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഒറ്റ കാര്യമേ നടക്കുന്നുള്ളൂ. അതെന്താണ്? മനസ്സിൻ്റെ രൂപാന്തരം മാത്രമാണ്. അതുകൊണ്ട് റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. എത്ര പേർക്കുണ്ട്? ഇല്ലാത്തവർ ഇന്ന് തന്നെ മേടിച്ചോ. അതാ മൂലയ്ക്ക് നമ്മുടെ ബുക്ക് സ്റ്റോൾ അതാ മൂലയ്ക്കുണ്ട്. ഇന്ന് തന്നെ പോയി മേടിക്കുക. ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, മേടിക്കുക, വായിക്കുക. എങ്ങനെയാണിത് രൂപാന്തരപ്പെടുത്തിയെടുക്കേണ്ടത്? സവിസ്തരം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിനു വേണ്ടിയാണ് സഭ ഈ ഭൂമിയിലുള്ളത്. എന്തിനു വേണ്ടി? സകല മനുഷ്യരുടെയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന പ്രക്രിയ, സോളിൻ്റെ സാൽവേഷൻ നടക്കാൻ വേണ്ടിയാണ് സഭ ഇവിടെ ഉള്ളത്. അതിനു വേണ്ടിയാണ് ശുശ്രൂഷകരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെന്നേ, ശരീരം വരാൻ പോകുന്നേ ഉള്ളൂ. കർത്താവിൻ്റെ 2ാം വരവിലേ ഉള്ളൂ. ഇപ്പോൾ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? സഭയുടെ കാലത്ത് ഒരു വിശ്വാസി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിനാണ് രക്ഷ നടക്കുന്നത്. ഏറ്റവും ടഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് അതാണ്. അത് എളുപ്പമല്ല. അവിടെ ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മനസ്സിന് രൂപാന്തരം വരില്ല. വരണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവകത്ത് വന്ന് രൂപാന്തരം അകത്ത് നടത്തിക്കൊണ്ടിരിക്കണം. വചനം ധാരാളമായി ഇൻടേക്ക് ചെയ്യുമ്പോൾ ഈ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കും. കർത്താവ് തന്നെ അവസാനം പറഞ്ഞു, വല്ലാതെ വിഷമിച്ചിട്ടാണ് പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 55:8-9 കർത്താവ് പറഞ്ഞു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ഒരല്പം വ്യത്യാസമുണ്ട് ഇല്ലേ? അല്ല, അല്പമല്ല വ്യത്യാസം. ആകാശം ഭൂമിയുടെ മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ ഇതിൽ നിന്ന് ഉയർന്നിരിക്കും. അത്രയും ഡിഫറൻസ് ഉണ്ടെന്ന്. ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ആകപ്പാടെ ചെയ്യാവുന്നത് എന്താണ്? എൻ്റെ വിചാരങ്ങൾ നിൻ്റെ വിചാരങ്ങളായി മാറണം. എൻ്റെ വിചാരങ്ങൾ ഞാൻ പ്രിൻ്റ് ചെയ്ത് കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ. അത് എത്രത്തോളം അകത്താക്കുമോ അത്രത്തോളം എൻ്റെ വിചാരം നിൻ്റെ വിചാരങ്ങളാണ്. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറയും. ആ ഡിസ്റ്റൻസ് കുറക്കാൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ വിചാരങ്ങൾ മാക്സിമം നമ്മുടെ അകത്താക്കി മാറ്റുക. ഇഷ്ടപ്പെടുന്നുണ്ടോ? അബ്രോസ് ഒന്ന് ചോദിക്കുക, ഈ ജനത്തിന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുക. നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ വീട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒത്തിരി ചിന്തകളുണ്ട് നമ്മുടെ അകത്ത്. അതാണ് നമ്മളെ ഒരു പരിധി വിട്ട്
മുന്നോട്ട് വിടാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഘടകം. മോശയുടെ അടുക്കൽ വന്ന് ദൈവം അപ്രോച്ച് ചെയ്ത് ദൈവം മോശയുടെ അടുക്കൽ വന്ന് സമീപിച്ചിട്ട് പറയാമോ, മോശേ, ഈ ജനങ്ങളെ ഒന്ന് വിടുവിക്കാൻ ഞാൻ നിന്നെ അയച്ചോട്ടെ. അയ്യോ, എക്സ്ക്യൂസ് മീ, എന്നെ വിടരുത്, സംസാരിക്കാൻ അറിയില്ല, വിക്കനാണ് ഞാൻ, വേറെ ആരെങ്കിലും വിട്ടേക്കാൻ പറഞ്ഞു. എവിടെ നിന്ന് കിട്ടി? ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അടുത്തത് ഗിദെയോൻ്റെ അടുത്ത് നിന്ന് കർത്താവ് ചോദിക്കുക, കുഞ്ഞേ, നീ ഈ ജനത്തിന് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാമോ? ഗിദെയോൻ പറഞ്ഞു, അയ്യോ, എൻ്റെ കുലം ഏറ്റവും ചെറുത്, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ വീടാണ്, എനിക്കത് സാധ്യമല്ല. ഇരമ്യാവിൻ്റെ അടുത്ത് നീ ചോദിച്ചു, മോനെ, രാജ്യങ്ങളോടൊക്കെ ഒന്ന് എൻ്റെ വചനം പറയാൻ, പ്രവചനത്തിന് വേണ്ടിയിട്ട് നീ ഒന്ന് വരും. അയ്യോ, ഞാൻ ബാലനാ. ഇവരെല്ലാം എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ ഇവരുടെ അകത്തുള്ള ഈ എക്സ്ക്യൂസുകളെ മുഴുവൻ കർത്താവ് വെട്ടി അരിഞ്ഞ് നുറുക്കി ദൂരെ കളഞ്ഞിട്ട് അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചപ്പോൾ, അവരുടെ ഇന്നർ വേൾഡ് വർദ്ധിപ്പിച്ചപ്പോൾ, ലോക ചരിത്രത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തവരായി ഇവരെല്ലാം ദൈവം മാറ്റി. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നത് എനിക്ക് മേല, എൻ്റെ വീട്ടുകാർ, ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, എനിക്ക് വേദപുസ്തകം അറിഞ്ഞുകൂടാ, എനിക്ക് സംസാരശേഷിയില്ല, എനിക്ക് പാടാനറിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് കഴിവുകെട്ടാണ്, എനിക്ക് ഭയങ്കര നാണമാണ്, എനിക്ക് ഭയങ്കര ഭയമാണ്, എനിക്ക് പൊക്കം കുറവാണ്, എനിക്ക് പൊക്കം കൂടുതലാണ്, എനിക്ക് പ്രായം കൂടുതലാണ്, എനിക്ക് പ്രായം കുറവാണ്. ഇതെല്ലാം നമ്മൾ പറയും. ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് തകർത്താൽ അപ്പോൾ മാത്രമേ നിന്റെ ആന്തരിക ലോകം വലുതാകുകയുള്ളൂ. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. കൈ വലിച്ചടിച്ച് കർത്താവിനോട് പറ, ഞാൻ റെഡിയാണ്. കടലില്ലേ, അറബിക്കടൽ, അറബിക്കടലിൽ നിന്നും വെള്ളം കോരി എടുത്തൊരു അക്വേറിയത്തിലിടുക. എന്നിട്ട് അതിനകത്ത് ഷാർക്കില്ലേ, ഒരു സ്രാവിൻ്റെ കുഞ്ഞിനെ പിടിച്ചിടുക. സ്രാവ് എത്ര നീളം വയ്ക്കും? ചില ഷാർക്കുകൾക്ക് ഭയങ്കരമായിട്ട് വലുതാവും. ഈ സീ വാട്ടർ തന്നെ കൊണ്ടുവന്ന് ഒരു അക്വേറിയത്തിൽ ചെറിയൊരു ടാങ്കിലിട്ട് ഷാർക്കിനെ വളർത്തിയാൽ അതൊരു കുട്ടി സ്രാവായിട്ട് തന്നെ മരണം വരെ ജീവിക്കും. എന്ത് ചെയ്യണം? ടാങ്ക് വലുതാകണം. അതിനെ കൊണ്ടുപോയി ഒരു കടലിലിട്ടാലോ ഒരു സമുദ്രത്തിലിട്ടാൽ അപ്പോഴതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അതിന് വളരാൻ കഴിയുന്നത്. ഇന്ന് ചിലരുടെ ടാങ്ക് പൊളിക്കാൻ സമയമായി എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്. ആ ഫിയർ ടാങ്ക് പൊളിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ടാങ്ക് യേശുവിൻ്റെ നാമത്തിൽ പൊളിയട്ടെ. പാരമ്പര്യത്തിന്റെ ടാങ്ക് യേശുവിൻ്റെ നാമത്തിൽ പൊളിയട്ടെ. പരാജയത്തിന്റെ ടാങ്കുകൾ പൊളിയട്ടെ. പരിമിതികൾ പൊളിയട്ടെ. ശക്തിയോടെ കൈകൾ അടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ ആത്മാവിൽ പറയുക, ചില ശുശ്രൂഷകർ, എല്ലാ ബ്ലെസ്സിംഗ് ടുഡേയിലെ ശുശ്രൂഷകർ, നിങ്ങൾക്കിതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. നിങ്ങൾക്കിതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടാൻ കഴിയും. നിങ്ങൾക്കിതിനേക്കാൾ വലിയ സഭ പണിയാൻ കഴിയും. മെഗാ ചർച്ചുകൾ ഉണ്ടാക്കാൻ കഴിയും. ടാങ്കിൽ നിന്നും പുറത്തു വരാമെങ്കിൽ ദൈവം നിന്നെ പണിത് വിശാലമാക്കും. ഇവിടെ ഇരിക്കുന്ന സദസ്സിനോട്, എല്ലാ ബ്ലെസ്സിംഗ് ടുഡേയിലെ വിശ്വാസികളോട്, വിശ്വാസ സമൂഹത്തോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ജീവിതത്തിൽ എത്ര ആത്മാക്കളെ നേടാനാണ് നിങ്ങളുടെ ആഗ്രഹം? ആഗ്രഹം മാത്രം പറ. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞോ, ഉറക്കെ വിളിച്ചു പറഞ്ഞോ. എത്ര ആത്മാക്കളെ ജീവിതത്തിൽ നേടണമെന്നാണ് ആഗ്രഹം? എത്ര പേരെ യേശുവിലെ, എത്ര പേരെ നരകത്തിയിൽ നിന്ന് വലിച്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈ ഉയർത്താമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ത്യയിൽ ആത്മാക്കൾക്ക് വല്ല കുറവുണ്ടോ? പോപ്പുലേഷനിൽ ഇപ്പം നമ്മൾ നമ്പർ 1 അടിച്ച് നിൽക്കുവാണേ. ചൈനയും വെട്ടിച്ച് നമ്മൾ നിൽക്കുക. ആത്മാക്കൾക്ക് ഒരു കുറവില്ല. മിഷൻ ഫീൽഡ് ഇവിടെ ധാരാളമുണ്ട്. അയൽപക്കത്തൊക്കെ മനുഷ്യരാണ്. റോഡിലിറങ്ങിയ മുഴുവൻ മനുഷ്യരാണ്. എവിടെ ചെന്നാലും മനുഷ്യരാണ്. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സ്വീഡനിലേക്ക് പോയിട്ട്, സ്വീഡനിൽ ഞങ്ങൾ ഒരു ദിവസം ഒരു കോൺഫറൻസിന് പോയി, റോഡിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ കാണണമല്ലോ. ഇടയ്ക്കൊരു കാറ് പോവും, ഒരു മനുഷ്യൻ പോലും തെരുവിലില്ല. ഇന്ത്യയിൽ വന്നാൽ മുട്ടുന്നതെല്ലാം മനുഷ്യരാണ്. എവിടെ ചെന്ന് മുട്ടിയാലും മനുഷ്യരാണ്. അത്രയും ജനസമ്പത്തുള്ള നാടാണിത്.
ഇതുപോലെ ഫീൽഡ് വേറെ ഉണ്ടോ? എന്നിട്ടും എന്തുകൊണ്ട് ഒരാത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല? ഒരാൾക്ക് യേശുവിനെ കൊടുക്കാൻ കഴിയുന്നില്ല. ഉത്തരം ഇതാണ്: ടാങ്കിനകത്താണ് നീ. സമൂഹം എന്ത് വിചാരിക്കും? ഭയം. ആളുകൾ എന്നെ എങ്ങനെ കാണും? നെഞ്ചത്തടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് എന്നെ ഈ ടാങ്കിൽ നിന്ന് പുറത്തെടുക്കാൻ പറ. പ്രാർത്ഥിക്കും. എല്ലാ സഭകളിലും പ്രാർത്ഥിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ സഭകളും റെക്കോർഡ് ഭേദിക്കാൻ സമയമായി. മീഡിയ എനിക്കൊരു ഉപകാരം. ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ നടക്കുന്നൊരു രംഗം, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? മൾട്ടിമീഡിയ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. ഇത് നോക്കി, ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് പിള്ളേരെ എല്ലാവരും പിടിച്ച് സ്റ്റേജിന്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പിള്ളേരെ ഇരിക്കുന്നു. നോക്ക്, കസേര എടുത്ത് മാറ്റിയേക്കും. അവിടെ എത്ര സഭകൾ വിശ്വസിക്കും? ഒരു ഭയങ്കരമായ ഒരു ആത്മാക്കളുടെ വരവ് എല്ലാ സഭകളും നിറയാൻ പോവും. ഒന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച്, ഇത് കണ്ടോണ്ട് ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളും വളരാൻ സമയമായി, കൊയ്ത്തിന്റെ സമയമായി. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, ഈ കേരളത്തിലും ചെന്നൈ തുടങ്ങിയ എല്ലാ സിറ്റികളിലും, മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ബ്ലെസ്സിങ് ടുഡേ സഭകൾ സ്ഥലം പോരാതെ വണ്ണം ദൈവം നിറയ്ക്കുന്നൊരു കാലമാണ്. ശക്തിയുടെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, അടുത്ത ഒരു സ്പേസിലേക്ക് മാറത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ വിശാലത ഓരോ സഭകൾക്കും ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സഭകൾക്കകത്തും ഇപ്പോൾ സ്ഥലം പോരാത്ത വിധത്തിൽ അത് നിറയാൻ തുടങ്ങട്ടെ. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഇവർ ആരാധിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആരാധന നയിക്കത്തക്ക വിധത്തിൽ വിശാലതകൾ കർത്താവേ അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൂടാരത്തിന്റെ കുറ്റികളെ ഞങ്ങൾ ഇപ്പോൾ വിശാലമായ ഒരു സ്ഥാനത്തേക്ക് ആത്മാവിൽ ഞങ്ങൾ അത് ഉറപ്പിക്കുകയാണ് കർത്താവേ. അതിന്റെ കെട്ടുകളെ ഞങ്ങൾ അഴിച്ച് പുതിയ കുറ്റിയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ വലിച്ചു കെട്ടുകയാണ്. പുതിയ സ്ഥാനത്തേക്ക് ഞങ്ങൾ വലിച്ചു കെട്ടുകയാണ്. പുതിയ ഇടത്തേക്ക് ഞങ്ങൾ അത് വലിച്ചു കെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഓരോ സഭകളുടെ ഇൻഫ്ലുവൻസ് ഓരോ പഞ്ചായത്തിലേക്കും, അതിലെ ഓരോ വാർഡുകളിലേക്കും, അതിലകത്തെ ഓരോ കുടുംബങ്ങളിലേക്കും ഞങ്ങളിപ്പോൾ അതിനെ വലിച്ചു കെട്ടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കേരളത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും, ഓരോ വാർഡുകളിൽ നിന്നും രണ്ടക്കത്തിൽ കുറയാത്ത കുടുംബങ്ങളുടെ നമ്പറുകൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അധികാരത്തോടെ ഇപ്പോൾ ചോദിക്കുകയാണപ്പാ. ജീസസ് ലോർഡ്, ഹല്ലേലൂയ. അത് സംഭവിക്കുകയാണല്ലോ. അതിനെ സ്വീകരിക്കുവാനുള്ള കപ്പാസിറ്റിയിലേക്ക്, അതിനെ എടുക്കുവാനുള്ള കർത്താവേ ആ സ്റ്റുവർഷിപ്പിലേക്ക്, അതിന്റെ കാര്യസ്ഥതയിലേക്ക് ഞങ്ങളുടെ ലീഡർഷിപ്പ് ഞങ്ങൾ കയറുകയാണപ്പോ. ദിവസങ്ങളിൽ പലരുടെയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിശാലതകളുടെ സാക്ഷ്യം. ഇന്ന് രാവിലെ ഒരു മോള് സ്കൂളിലെ ടീച്ചറാണ്. അവളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം അങ്ങ് ഏൽപ്പിച്ചു, എക്സ്പാൻഷന് വേണ്ടിയിട്ട്. മൊത്തം ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കാൻ വേണ്ടി. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിന് ശേഷം ഒരു മോൾ എന്നോടൊന്ന് പറഞ്ഞതാണ്. വേറെ ചിലർ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ ബിസിനസ്സിലുണ്ടായ എക്സ്പാൻഷൻ. ഞാനൊരു കാര്യം പറയും, ഓരോ സീസണുകളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത്. ഓരോ സീസണും ഒരു ഗ്രേസ് ഉണ്ട്, ഒരു ഗ്രേസ് റിലീസാവും. ആ സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യുക.
എന്തെങ്കിലുമൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സമയമാണത്. ബിസിനസ്സിനെ കുറിച്ച് വലുതായി ചിന്തിക്കാൻ തുടങ്ങാം. വീടിൻ്റെ എക്സ്പാൻഷനോ ശുശ്രൂഷയുടെ എക്സ്പാൻഷൻ ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്ന ആ സീസൺ നന്നായി മനസ്സിലാക്കണം മക്കളെ. ഗ്രീക്ക് ഭാഷയിൽ സമയത്തിന് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ക്രോണോസ് ടൈം, 2 കൈറോസ് ടൈം. അനേക പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രോണോസ് ടൈം എന്ന് പറഞ്ഞാൽ ഘടികാര സമയമാണ്. കൈറോസ് ടൈം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമാണ്. ദൈവം നിശ്ചയിച്ച സമയമാണ്. രണ്ടും രണ്ടാണ്. ക്രോണോസ് ടൈം അനുസരിച്ചാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതും ജോലിക്ക് പോകുന്നതും അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നത്. അതെല്ലാം എന്താണ്? നമ്മുടെ ജീവിതം ഇവിടെ കലണ്ടർ അനുസരിച്ച്, വാച്ച് അനുസരിച്ച് ജീവിക്കുന്നതാണ്. സാധാരണ സമയം. എന്നാൽ വേറൊന്നുണ്ട്. ചിലർക്ക് പറയും ദൈവത്തിൻ്റെ സമയമാണെന്നാണ് തോന്നണേ. ഗലാത്യലേഖനം 4:4 പറയുന്ന കാലസമ്പൂർണത വന്നപ്പോൾ ദൈവപുത്രൻ ദൈവം മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് വന്നു. അതൊരു ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമാണ്. രണ്ടും രണ്ടാണ്. ഞാൻ പറയുന്നു, ദൈവമക്കളുടെ, പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേ ഫാമിലികളിലുള്ളവരുടെ, സഭകളുടെ വിശാലതയുടെ കൈറോസ് ടൈമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയ്യോ, ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വമ്പൻ നഷ്ടമാണ്. ഈ സമയത്ത് വിശാലമാകണം. ഈ സമയത്ത് സ്റ്റെപ്പ് എടുക്കണം. നമ്മുടെ പല സഭകളും പുതിയ ഹോളുകളിലേക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള സഭകൾ ചിന്തിക്കുക, എന്താണ് ചെയ്യേണ്ടത്? പലതിനെയും കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുക, പലതിനെയും കർത്താവ് വിശാലമാക്കാൻ പോവുക. എണ്ണത്തിലും വണ്ണത്തിലും കർത്താവ് വലുതാക്കും. ചില സീസൺ ഷിഫ്റ്റിംഗ്സ് ഞാൻ കാണുകയാണ്. ലിജി അല്ലേ, ഷൈജു ബ്രദറിന്റെ വൈഫ് ലിജി എഴുന്നിട്ട് നിന്ന് എന്തോ കർത്താവ് നിന്റെ ജീവിതത്തിൽ സ്പെഷ്യലായി ചിലത് രൂപപ്പെട്ടു വരുന്ന ഞാൻ കാണും. താമസങ്ങൾ എന്തോ കർത്താവ് ഈ സീസണിൽ ദൈവം പുതുതായി ചെയ്യാൻ പോവുക. സംതിങ് ന്യൂ ഈസ് കമ്മിങ്, ബ്രാൻഡ് ന്യൂ. എന്ന് വെച്ചാൽ ഇന്ന് വരെ ലൈഫിൽ ചെയ്തിട്ടില്ലാത്ത എന്തോ ഒന്ന്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തോ ഒന്ന് കയ്യിൽ കർത്താവ് തരാൻ പോവുക. എക്സ്പാൻഷൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഏറ്റെടുക്കുക. ദൂതുകൾ ഏറ്റെടുക്കുക, സഭകൾ ഏറ്റെടുക്കുക, ദൈവദാസന്മാർ ഏറ്റെടുക്കുക, ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകർ ഏറ്റെടുക്കുക. എൻ്റെ സമയമായി. ഞെരുക്കത്തിലിരിക്കാനൊരു സമയം, വിശാലതയിലേക്ക് നടക്കാനൊരു സമയമായി. സഭാപ്രസംഗം 3-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള മുഴുവൻ പറയുന്നത് കൈറോസ് ടൈമിന്റെ കാര്യമാണ്. കരയാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടാനൊരു കാലം, അത് എറിഞ്ഞു കളയാനൊരു കാലം എന്ന് പറയുന്നതെല്ലാം അപ്പോയിന്റഡ് ടൈമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് പറയുന്നു, ബ്ലെസ്സിംഗ് ടുഡേ കുടുംബങ്ങളെ, വിശാലതയ്ക്കുള്ള ഒരു ദൈവത്തിൻ്റെ നിയമിക്കപ്പെട്ട ഒരു സീസണിലേക്ക് അവൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. നന്ദിയോടെ, വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക. മറ്റൊരു പ്രസംഗം കൂടെ കേട്ട് നോട്ട്സ് എഴുതി മടക്കാനാണ് വന്നതെങ്കിൽ യു ആർ ദ ലൂസർ. എന്നാൽ യഥാർത്ഥത്തിൽ അതിലോട്ട് സ്റ്റെപ്പിൻ ചെയ്യാൻ, കർത്താവിൻ്റെ വിരലിൽ തൂങ്ങി ആ സീസണിലേക്ക് കടക്കാൻ മനസ്സുണ്ടെങ്കിൽ അകത്ത് തീരുമാനിക്കുക. മെന്റൽ ബാരിയേഴ്സ് എടുത്തു കളയുക. പലപ്പോഴും നമ്മളെ തകർക്കുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ലിമിറ്റേഷൻസ് ആണ്. മോശെ പറഞ്ഞു തന്നെത്താൻ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചു. ഇരമ്യാവ് പറഞ്ഞു എനിക്ക് ഈ ശുശ്രൂഷ വേണ്ട, എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. മോശ പറഞ്ഞു എനിക്ക് പ്രായം കൂടുതലായിപ്പോയി, 80 വയസ്സായി.
എന്നാൽ ദൈവം പറയുന്നു, നിന്റെ പ്രായം ഞാൻ നോക്കുന്നില്ല മോനെ, നിന്റെ കുടുംബം ഞാൻ നോക്കുന്നില്ല മോനെ, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നോക്കുന്നില്ല, നിന്റെ സംസാരശേഷി ഞാൻ നോക്കുന്നില്ല. ഞാനല്ലേ വിളിച്ചത്? ആരാണ് സകലർക്കും നാവ് നൽകിയത്? കർത്താവ് ചോദിച്ച ചോദ്യമോ? മോശേ, ആരാണ് എല്ലാവർക്കും നാവ് നൽകിയത്? എന്ത് മറുപടി പറയും? നാവ് നൽകിയ ആളോടെ പറയുന്നത്, എനിക്ക് നാവില്ലെന്ന്, എനിക്ക് മനസ്സില്ലെന്ന്. വേറെ ആരെങ്കിലും അയക്ക്. ആരാ വിളിക്കുന്നത്? എൻ്റെ കുഞ്ഞ്, നിന്നെ വിളിച്ചത് ആരാണ്? പൗലോസ് പറഞ്ഞു, എന്നെ വിളിച്ചത് ആരെന്ന് എനിക്കറിയാം. അവനാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയത്. അറിയണം നിന്നെ വിളിച്ചത് ആരാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അറിയാമോ ആരെയാണ് നീ വിശ്വസിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 37-38 വചനങ്ങളിൽ കർത്താവ് പറഞ്ഞു, പുതിയ വീഞ്ഞ് ആരും പഴയ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കാറില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല. സംഭവിക്കുന്നതെന്ന്, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോവും, തുരുത്തി നശിച്ചു പോവും. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ന്യൂ വൈനുമായിട്ടാണ്, പുതിയ വീഞ്ഞുമായിട്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവ് വന്നിരിക്കുക. അപ്പം നോക്കിയപ്പോൾ എല്ലാം പഴയ തുരുത്തിയാണ്. ഈ തുരുത്തിയിൽ ഒഴിച്ചാൽ എന്ത് ചെയ്യും? ആ തുരുത്തി പൊളിഞ്ഞ് കർത്താവ് കൊണ്ടുവന്ന ഈ വൈനും പോവും. അതുകൊണ്ട് അവൻ പുതിയ തുരുത്തിയെ നോക്കി നടന്നു. പുതിയ തുരുത്തിയെ നോക്കിയപ്പോൾ കിട്ടിയത് തിയോളജിക്കൽ ഡിഗ്രി ഇല്ലാത്ത, മുക്കുവ ബാക്ക്ഗ്രൗണ്ടുള്ള, ടാക്സ് കളക്ഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുറച്ചെണ്ണത്തിനെ കിട്ടി. അതിലൊഴിക്കാൻ അവൻ തീരുമാനിച്ചു. മറ്റേത് പഴയ തുരുത്തിയായിട്ട് പരീക്ഷന്മാരും സാധുക്കരും ശാസ്ത്രികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഒഴിച്ചാൽ അത് പൊളിയും, വേസ്റ്റ് ആവും. ഈ തുരുത്തി കാണിക്കുന്നത് നമ്മുടെ മെൻറ്റാലിറ്റിയെയാണ്. പഴയ മെൻറ്റാലിറ്റിയുമായി പഴയ പാരമ്പര്യവും പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവിനൊരിക്കലും പുതിയ വീഞ്ഞ് പകരാൻ സാധ്യമല്ല. ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങളിങ്ങനെയാണ്, ഇങ്ങനത്തെ പരിപാടി കൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണ്ട, ഞങ്ങൾ ഇതുപോലെ തന്നെ ജീവിച്ച് ഇതേ വഴിയിൽ പോയി അതേ കുഴിമാടത്തിൽ ഞങ്ങൾ അടക്കപ്പെടും, നിങ്ങൾ പാടാൻ വന്നാൽ മതി, ബൈ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവസാനം സമയമാരഥത്തിലൊക്കെ പാടാൻ സമയത്ത് ഒരു പിടി മണ്ണിടാൻ വേണ്ടി പോയാൽ മതി. ഒരു മാറ്റവും ജീവിതത്തിലുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയാം, കർത്താവേ, പുതിയ തുരുത്തിയാകാൻ ഞാൻ തയ്യാറാണ്, ആ പുതുവീഞ്ഞ് എനിക്ക് വേണം, എൻ്റെ പാരമ്പര്യത്തിൻ്റെ മൈൻഡ് സെറ്റ് ഞാനിവിടെ ബ്രേക്ക് ആക്കുന്നെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അപ്പോൾ സ്റ്റെപ്പിൻ ചെയ്യും. നിന്റെ മനസ്സിനകത്ത് പണി ആരംഭിക്കും. ഇന്ന് വരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത, നിന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത വലിയ ചില ആത്മീയ അനുഭവങ്ങളിലേക്കും ഉണർവിലേക്കും നവോത്ഥാനത്തിലേക്കും ദൈവം തന്നെ നടത്തും. നമ്പർ 2, റെസ്പോൺസിബിലിറ്റി കപ്പാസിറ്റി. ഉത്തരവാദിത്ത ശേഷി. എഴുതുക, റെസ്പോൺസിബിലിറ്റി കപ്പാസിറ്റി. ലൂക്കോസിന്റെ സുവിശേഷം 16:10 കർത്താവ് പറഞ്ഞു, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. ദൈവം എപ്പോഴും ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ ഓരോ ചുവടുകളായി മാത്രമേ നമ്മളെ നടത്തൂ. ഗോഡ് ലീഡ്സ് us progressively. എല്ലാം ഇപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന എന്താണ്? കുറച്ചാദ്യം തന്ന് ടെസ്റ്റ് അടിച്ച് നോക്കും. അതിൽ വിശ്വസ്തരായാൽ അടുത്തത്, അതിൽ വിശ്വസ്തരായാൽ അടുത്തത്. ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് പോലും മര്യാദ കൊണ്ടുപോകാത്ത ഒരാൾക്ക് കൂടുതൽ വലിയൊരു സോൺ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വസ്തതയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയുക, ഇട്ടുകളയുകയാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലെങ്കിൽ എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ സാധിക്കും? ഒരു സെക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരു സോണൽ മിനിസ്റ്റർ
ആ സോണിലുള്ള എല്ലാവരും ശരിയായി കരുതി പരിപാലിച്ച് അതിനെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് പോകും? എല്ലാവർക്കും പ്രൊമോഷൻ വേണം. ഞാനാണ് ഇവിടെ ഇത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്, എന്നെ ഇതുവരെ പ്രൊമോട്ട് ചെയ്തില്ല. എന്തുകൊണ്ട്? മുകളിലെ ആൾക്ക് മനസ്സിലായി പ്രൊമോട്ട് ചെയ്താൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് പോവും. അതുകൊണ്ട് നിന്നെ അവിടെ ഇരുത്തി. ഈയിടെ വന്നൊരാൾ അതിനേക്കാൾ വിശ്വസ്തത കാണിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു, അവനെ കൊണ്ടുപോകും. നിങ്ങളാണേലും അതല്ലേ ചെയ്യുള്ളൂ. എല്ലാവർക്കും പ്രൊമോഷൻ വേണം, പക്ഷെ റെസ്പോൺസിബിലിറ്റി കാണിക്കുമോ? വിശ്വസ്തത കാണിക്കുമോ? ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരോട് ചോദിക്കുക, നിങ്ങൾ ഇന്നേൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പ്രതീക്ഷിക്കരുത്. ഇതുള്ള ആരും തരില്ല, ഞാൻ ചെയ്യില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ്? ദൈവവും അങ്ങനെ തന്നെ പോളിസി ഉള്ളവനാണെന്നാണ് കർത്താവ് പറയുന്നത്. നെഞ്ചിൽ കൈവച്ച് എല്ലാവരും പ്രാർത്ഥിക്കർത്താവേ, ഏൽപ്പിച്ചതിൽ വിശ്വസ്തയാകാൻ എന്നെ സഹായിക്കണമേ. എന്ത് കർത്താവ് എന്നെ ഏൽപ്പിച്ചു, എന്തൊരു സ്ഥാപനം എന്നെ ഏൽപ്പിച്ചു, അതിൽ വിശ്വസ്തരാകാൻ എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും ലഭിക്കുന്ന സമയം കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ടോ? ചുമ്മാ കളയുവാണോ സമയം? കയ്യിൽ ലഭിക്കുന്ന പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുവാണ്. കൃത്യമായി കണക്കെഴുതി. ഞാനിവിടെ പഠിപ്പിച്ചു, ഡെമോ ചെയ്ത് പഠിപ്പിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി ക്രൂശിക്കപ്പെട്ടു. വേണ്ടാത്ത വീഡിയോകൾ ഇറങ്ങി. എങ്കിലും കുഴപ്പമില്ല, എന്നെങ്കിലും ശരിയാവും, എന്നെങ്കിലും ഇത് മനസ്സിലാക്കും. മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയാൽ മതി. പൗലോസ് പറഞ്ഞു, ഞാൻ ആരുടെയും പൊന്നോ വെള്ളിയോ ഇതുവരെ മോഹിച്ചിട്ടില്ല, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സകലവും ഞാൻ നിങ്ങൾക്ക് തന്നു. എനിക്കും അങ്ങനെ ചേർന്ന് പറയാൻ ധൈര്യമുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ജിമ്മിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഫിറ്റ്നസ് ക്ലബ്ബിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക. പണ്ട് ഇപ്പോൾ പോകുന്നവരോ പണ്ട് പോയിട്ടുള്ളവരോ ഒന്ന് കൈ ഉയർത്തുക. നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ 250 ഗ്രാമൊക്കെ ആയിരിക്കും ആദ്യം തരുന്നത്. അത് തന്നെ ഭാരമാണ്. ആ സമയത്ത് ഒരു 30 കിലോ ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. അത് കഴിഞ്ഞൊരു 500, അത് കഴിഞ്ഞ് 1, പിന്നെ ചിലപ്പോൾ 2, 2.5, 5, 7, 7.5, 10, ഇങ്ങനെ പതുക്കെ എടുത്തെടുത്താണ് ഇത് ബിൽഡ് ചെയ്യേണ്ടത്. ഫിറ്റ്നസ് ക്ലബിൽ പുതിയ അഡ്മിഷനായിട്ട് വന്നിരിക്കുന്ന ആൾ ആദ്യം തന്നെ 50 കിലോ എടുത്ത് ആരെങ്കിലും കൊടുക്കുമോ? പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. കുറേശ്ശെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മസിലുകൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴേ അടുത്ത വെയിറ്റ് എടുക്കാൻ പറ്റൂ. തിമോത്തിയോസിനോട് ലേഖനം എഴുതിയപ്പോൾ കർത്താവ് പറയുവാണ്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? എന്ന് വെച്ചാൽ ആദ്യത്തെ സഭ കുടുംബമാണ്. കുടുംബജീവിതം ശരിയാക്കുക, മക്കളെ നേരെ ചൊവ്വയാക്കുക, എന്നിട്ട് വേണ്ട സഭയെ ഭരിക്കാൻ. പൗലോസിന് എഴുതിയതാ. നമ്പർ 3, റിലേഷൻഷിപ്പ് കപ്പാസിറ്റി. ബന്ധങ്ങളുടെ ശേഷി. റിലേഷൻഷിപ്പ് കപ്പാസിറ്റി, ബന്ധങ്ങളുടെ ശേഷി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇപ്പോഴുള്ള ബന്ധങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാല്യൂ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. ന്യൂട്രൽ ഇല്ല. ഒന്നുകൂടി പറയാം, പീപ്പിൾ ആഡ് ഓർ സബ്ട്രാക്ട് വാല്യൂ ടു യു. നിങ്ങൾക്ക് ഒത്തിരി കണക്ഷൻസ് കാണും, ബന്ധങ്ങളുണ്ട്, ഒത്തിരി കോണ്ടാക്ട്സ് മൊബൈൽ ഫോണിലുണ്ട്, ഒത്തിരി ഫ്രണ്ട്ഷിപ്പുണ്ട്, പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഈ ഓരോ ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും. ന്യൂട്രൽ ഇല്ല. അപ്പോൾ ഇന്ന് തീരുമാനിക്കണം, ഇതിലേത് കാറ്റഗറി വെച്ച് പുലർത്തണം, ഏത് കാറ്റഗറി കട്ട് ചെയ്യണം.
ചില ആളുകളുമായി ഒരൊറ്റ ഫോൺ കോൾ മതി, നിങ്ങൾ മൂഡ് ഓഫ് ആവും. അന്നത് കട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം അത് ടോക്സിക് റിലേഷൻഷിപ്പാണ്, അതെനിക്ക് വേണ്ട. കാരണം പ്രാർത്ഥിച്ച് വചനം വായിച്ച് നല്ല ആത്മനില ഇരിക്കുമ്പോഴായിരിക്കും ഒരു കോള്. ആ ഒരൊറ്റ കോളിൽ ഇതുവരെ പ്രാർത്ഥിച്ച മൂടും പോയി, എല്ലാം എന്തോ ഡ്രെയിനായി പോകുന്നത് പോലെ, ഒരു ടയറിൻ്റെ കാറ്റഴിച്ച് വിട്ടതുപോലെ എല്ലാം പോയി. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. ബി വെരി കെയർഫുൾ. റോമലേഖനം 12:10 ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ലവ്, ഓണർ വൺ അനദർ എബവ് യുവർസെൽവ്സ്. മലയാളം വായിക്കാം. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടത് കൊള്ളുവിൻ. ഒന്നുകൂടി വായിക്കാം എല്ലാവരും ചേർന്ന്. 1 2 3. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത്? ഇതിനെ പറയുന്നത് പീപ്പിൾ സ്കിൽസ് എന്നാണ്. ജനങ്ങളെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ച് പുലർത്താനുള്ള കഴിവ് അത് വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയൂ, ഒരു ലീഡറാകാൻ കഴിയൂ, ഒരു നല്ല സമാധാനമുള്ള ജീവിതം ജീവിക്കാൻ കഴിയും. ഒരു ഭാര്യയും ഭർത്താവും ഒരു മേൽക്കൂരയുടെ കീഴിൽ ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഭാര്യ ഉത്തര ധ്രുവവും ഭർത്താവ് ദക്ഷിണ ധ്രുവമാണെന്നുള്ള കാര്യം മറക്കരുത്. രണ്ടും രണ്ടാണ്. ഒരാൾക്ക് ചൂട് വേണം, മറ്റേയാൾക്ക് തണുപ്പ് മതി. ഒരാൾക്ക് നല്ല സ്പൈസി ആയിരിക്കണം, മറ്റേയാൾക്ക് ഒട്ടും സ്പൈസി ആകരുത്. ഒരാൾക്ക് ഫാൻ ഇടണം, മറ്റേയാൾക്ക് ഫാനേ പാടില്ല. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ പേരാണ് കുടുംബജീവിതം. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് റിലേഷൻഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബന്ധങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള കഴിവാണെന്ന് ചില ആൾ കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് 3 ദിവസമുള്ളൂ, പുതിയ പുതിയ കൂട്ടുകാരുമായിട്ട് കൂടും, 3-ാം ദിവസം അടിച്ച് പിരിയും. എന്നിട്ട് പറയും എനിക്ക് കൂട്ടുകാരില്ല, പ്രാർത്ഥിക്കും ബ്രദറെ, എൻ്റെ കയ്യിലിരിപ്പ് മാറ്റ്. ക്ഷമിക്കാൻ പഠിക്കണ്ടേ? ജനങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കണ്ടേ? ഈ സ്വഭാവം കൊണ്ടാണെങ്കിൽ ഒരിക്കലും കൂട്ടുകാരുണ്ടാകാൻ പോകുന്നില്ല. എന്ത് മാറ്റണം? റിലേഷൻഷിപ്പ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. പലതരം മനുഷ്യരാണ്, പലവിധ ജീവികളെ മുമ്പിലുള്ളത്. എന്നെങ്കിലും നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യം കാണേണ്ട ഒരു മനുഷ്യനാണ് നോഹ. നോഹയുടെ പ്രത്യേകത, ഒരു പെട്ടകത്തിനകത്ത് ജിറാഫും ഓന്തും പുള്ളിപ്പുലിയും ആടും മാനും കുരങ്ങും എല്ലാം കൂടെ ഒരു പെട്ടകത്തിനകത്ത് സഭ നടത്തിയവനാണ് നോഹ. അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു സല്യൂട്ട് അടിക്കണം നോഹയുടെ മുമ്പിൽ. നോഹയെ സമ്മതിച്ചു കൊടുക്കണ്ടേ? എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? ഒരു പെട്ടകത്തിനകത്ത് ഈ ടൈപ്പ് സകല എണ്ണത്തിനെയും കൊണ്ട് എത്ര നാളാണ് ആ പെട്ടകത്തിനകത്ത് ജീവിച്ചത്? മഴ തീർന്ന് അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കുന്നത് വരെ ഇതിനെല്ലാം തീറ്റിപ്പോറ്റി. ഒരാൾ പറഞ്ഞത് സഭയും നോഹയുടെ പെട്ടകം പോലെയാണെന്നാണ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സഭയ്ക്കകത്തുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന ആളതാണെന്നൊന്നും എന്നോട് പറയരുത്, ഈ പറഞ്ഞ കാറ്റഗറി ആണെന്നൊന്നും ചൂണ്ടിക്കാണിക്കണ്ട, പക്ഷെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ സ്വഭാവമുള്ളതും ഇതിനകത്തുണ്ട്. ഒരു വീടിനകത്ത് ഇതുപോലെ പല സ്വഭാവക്കാർ കാണും. അമ്മമാരോട് ചോദിച്ചാൽ ഒരുത്തന് ഇഡലി, ഒരുത്തന് പുട്ട്, ഒരുത്തന് പിന്നെ ഇടിയപ്പം. ഞാനെന്ത് ചെയ്യും? ഇത് ചായക്കടയാണോ? എത്ര അമ്മമാരാ ചോദിക്കുന്നത്. അവന് ദോശ ഉണ്ടാക്കി കൊടുത്താൽ അത് വേണ്ട, അവന് പഴങ്കഞ്ഞി വേണമെന്ന്. പക്ഷെ ഇതിനെല്ലാം കൂടി കൊണ്ടുപോകാൻ ഒരമ്മയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, മാതൃസ്നേഹം. അതുകൊണ്ട് ചിലപ്പോൾ പലതും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ചില അമ്മമാർ പറയും വേണമെങ്കിൽ തിന്നിട്ട് പോടാ, ഇല്ലെങ്കിൽ ഈ വട്ടണി കിടക്കാം. പക്ഷെ ഇതിനെല്ലാം കൂടി കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് റിലേഷൻഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയും. ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവ്. ഒരു കൈ ഇവിടെ, ഒരു കൈ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുക, അതിൽ ഒരു വിശാലത വരും. പ്രാർത്ഥിക്കുക. ശുശ്രൂഷ വലുതാകണമെങ്കിൽ എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത്, റിലേഷൻഷിപ്പ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. പലതരം മനുഷ്യരെ മോശയെപ്പോലെ
നോഹയെ പോലെ ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ടുപോകുവാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കൂട്ടായ്മക്കകത്ത് ജനങ്ങൾ നിലനിൽക്കുകയില്ല, വീട്ടിൽ നിൽക്കുകയില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് വരിക പോലുമില്ല. വരണമെങ്കിൽ റിലേഷൻഷിപ്പ് കപ്പാസിറ്റി. ചില വീടുകളിൽ പോകാൻ ഭയങ്കര താല്പര്യം, ഭയങ്കര സന്തോഷം. കാരണം എന്താ, എത്ര പേര് വന്നാലും വെച്ച് വിളമ്പാനും എത്ര ദിവസം താമസിക്കാനും എല്ലാത്തിനും സാക്രിഫൈസ്. അങ്ങനെയുള്ള പല കുടുംബങ്ങളെ ഞങ്ങൾ പോയി താമസിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ സൗകര്യങ്ങളൊക്കെ മാറ്റി എത്ര ഗസ്റ്റ് വന്നാലും എത്ര ദിവസം താമസിച്ചാൽ അവർക്ക് സന്തോഷമാണ്. വെച്ച് വിളമ്പാനും കൊടുക്കാനും എല്ലാത്തിനും സന്തോഷമാണ്. പ്രാർത്ഥിച്ചായിരുന്നോ ഇത് കൂടാൻ? റിലേഷൻഷിപ്പ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചാൽ കസ്റ്റമേഴ്സ് കൂടും. ഞാൻ വെറുതെ പറയുമല്ല, കടയിൽ ആൾ വരും പോവില്ല, എപ്പോഴും വരും. റിലേഷൻഷിപ്പ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യാഖ്യാനിക്ക് അറിഞ്ഞൂടെ പറയാം. നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്, അതാണ് നിങ്ങളുടെ നെറ്റ്വർത്ത്. നിങ്ങളുടെ മൊത്തത്തിലുള്ള നെറ്റ്വർത്ത്. എൻ്റെ മലയാളമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അംബ്രോസിനോട് ചോദിച്ചാൽ മതി. മൊത്തത്തിലുള്ള നിങ്ങളുടെ നെറ്റ്വർത്ത്, മൊത്തത്തിലുള്ള നിങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്കാണ്. എത്ര ആളുകളുമായി ബന്ധമുണ്ട്, എത്ര ഫ്രണ്ട്ഷിപ്പുണ്ട്, ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് വിളിക്കാൻ എത്ര പേരുമായിട്ട് ബന്ധമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഏറ്റവും നന്നായി സൂക്ഷിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ്. സമൂഹത്തിൽ താഴെയുള്ളത് മുകളിലുള്ളത് എല്ലാ കാറ്റഗറിയുമായിട്ട് യേശുവിന് ബന്ധമുണ്ട്. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വിശാലതയുടെ രഹസ്യം. പറഞ്ഞ റിലേഷൻഷിപ്പ് കപ്പാസിറ്റി. നമ്പർ 4, പെയിൻ കപ്പാസിറ്റി. പെയിൻ, PAIN, വേദന സഹിക്കാനുള്ള ശേഷി. പെയിൻ കപ്പാസിറ്റി. ലോകത്തിലെ ഏറ്റവും പെയിൻഫുൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് ശുശ്രൂഷയാണെന്നറിയാമോ? ചെയ്തു നോക്കണം. ലോകത്തിലെ ഏറ്റവും പെയിൻഫുൾ വർക്ക് എന്ന് പറയുന്നത് ശുശ്രൂഷയാണ്, ക്രിസ്തീയ ശുശ്രൂഷ. ഒരു 10 വർഷം ചെയ്തു നോക്കാൻ പറയാം. എല്ലാറ്റിലും ഉണ്ട് പെയിൻഫുൾ സിറ്റുവേഷൻ, എല്ലാത്തിലും ഉണ്ട്. എസ്പെഷ്യലി മിനിസ്ട്രി. യേശുവിനെ നോക്കണം. എന്തെല്ലാം വേദനകളിലൂടെ യേശു പോയി. ഗെത്സമന വരെ പോയി, ക്രൂശ് മരണം വരെ പോയി. ദാറ്റ് ഈസ് മിനിസ്ട്രി. അവൻ്റെ കർത്താവ് പറഞ്ഞത്, ക്രൂശെടുത്ത് എൻ്റെ പുറകെ വരാത്തവരാരും എൻ്റെ ശിഷ്യന്മാരെ. ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ക്രിസ്ത്യൻ നെയിം ഉണ്ടായിരിക്കാം, അന്ത്രയോസ്ന, പത്രോസ്ന, മത്തായി, തോമസ്ന, എന്ത് വേണേലും പേരിട്ടോ. പക്ഷെ എൻ്റെ ശിഷ്യനാകണമെങ്കിൽ ക്രൂശെടുത്ത് എൻ്റെ പുറകെ വേണം. ഒരു കുരിശ് കെട്ടിത്തൂക്കാനല്ല കർത്താവ് പറഞ്ഞത്. നെഞ്ചത്തൊരു വലിയ കുരിശിട്ടാൽ എൻ്റെ ശിഷ്യനായെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? ക്രൂശ് തോളിലെടുത്ത് നാൾതോറും എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനല്ല. ഞാൻ അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ കെയർ ഓഫിൽ പലതൊക്കെ കാണിച്ചു കൂട്ടും, പക്ഷേ ഞാൻ അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ. എന്താണ് വേദന സഹിക്കാനുള്ള ശേഷി? ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. എത്രത്തോളം ഭാരമെടുക്കാൻ പറ്റും, അതാണ് പെയിൻ കപ്പാസിറ്റി. ഇതാണ് പേഷ്യൻസ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും ചോദിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യത്തിൽ? എത്രത്തോളം വേദന സഹിക്കാൻ പറ്റും? നല്ല കഴിവ് എത്രയുണ്ട്? വേദന സഹിക്കാനുള്ള കഴിവ് എത്ര ഉണ്ടെന്ന് ചില ആളുകൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര വേദന ആയപ്പോൾ അവർ കരയില്ല, അവരങ്ങനെ നിൽക്കും. ചിലർ വേദന വരാൻ പോകുന്നെന്ന് കാണുമ്പോഴേ ഇവിടെ കരയാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അവിടെ നേഴ്സ് സൂചി എടുക്കുമ്പോൾ തന്നെ ഇവിടെ കരച്ചിൽ കൂടും. കുത്തിയിട്ടില്ല, എന്നാലും കരച്ചില്ല. ചോദ്യം, പെട്ടെന്ന് ഹേർട്ടാവുന്ന സ്വഭാവമാണോ നിങ്ങളുടെ? ആരെങ്കിലും ചെറുതായിട്ട് ഒന്ന് ചിരിച്ചില്ല, തീർന്നു, അന്നത്തെ ദിവസം പോയി, ഒരു ദിവസം പോയി കിട്ടി. എന്നാലും അവൻ എന്നെ കണ്ടിട്ട് ചിരിച്ചില്ലല്ലോ. ഡയം ബ്രദർ എന്നെ കണ്ടിട്ടാണ് ഡയം ബ്രദർ അതിൽ പോയത്, പക്ഷേ എന്നെ ചിരിച്ചു. എന്നെ നോക്കി ഒന്ന് ചിരിച്ചില്ല. അതിൻ്റെ അർത്ഥം
ആ ദിവസം പോയി. പെട്ടെന്ന് ഹേർട്ടാവുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, കൂടുതൽ ഹേർട്ടാവുന്ന സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. കാരണം അതിലൂടെ പോയി തന്നെ അത് ശരിയാവുള്ളൂ. ഞാനങ്ങനെ ശരിയായത് അതുകൊണ്ടാണ്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, ലീഡർഷിപ്പ് ഈസ് ബ്ലീഡർഷിപ്പ്. രക്തം പൊടിയും. ലീഡർഷിപ്പ് ഈസ് ബ്ലീഡർഷിപ്പ്. എൻ്റെ മുകളിൽ ഒരു ബി കൂടി ഇട്ട് കൊടുത്താൽ മതി. എത്രത്തോളം രക്തം ഒലിക്കാനുള്ള ശേഷിയുണ്ടോ അത്രത്തോളം വലിയ ലീഡറായി നീ മാറും. ഏറ്റവും കൂടുതൽ രക്തം ചൊരിഞ്ഞതാരാ? ഗെത്സമൻ തോട്ടം മുതൽ, പ്രാർത്ഥന മുതൽ ഇങ്ങനെ ബ്ലീഡർഷിപ്പ് തുടങ്ങി. മറ്റുള്ളവർക്ക് വേണ്ടി ബ്ലീഡ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ ഒരു ശുശ്രൂഷകനാകുകയില്ല. മറ്റുള്ളവർ ഒരിക്കലും സഹായിക്കാനും പോകുന്നില്ല. പ്രസവ സമയത്ത് സ്ത്രീകൾ ഒത്തിരി ബ്ലീഡ് ചെയ്യും, ശരിയാണോ? പക്ഷെ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത്, ആ സമയത്ത് ബ്ലീഡിങ് ഓർക്കുന്നില്ല, പെയിനും ഓർക്കുന്നില്ല. ഈ കുഞ്ഞിൻ്റെ മുഖം കാണുന്നതോടെ എല്ലാം മറക്കും. ശരിയാണോ? ആണ് ലേബർ പെയിൻ. പക്ഷെ ഒരു ജന്മത്തെ, ഒരു വ്യക്തിത്വത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ സന്തോഷം ആ സ്ത്രീ, ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു, അതോടെ ഇതെല്ലാം മറന്നു. ഇതുപോലെ നീ ബ്ലീഡ് ചെയ്യുമ്പോൾ അത് ചിലരുടെ ജീവനാണ്, അത് ചിലരുടെ ജീവിതമാണ്, അത് ചിലരുടെ ഭാവിയാണ്. കൈവർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. Number 5, crisis capacity. പ്രതിസന്ധിയിന്മേലുള്ള ശേഷി. പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവ്, അതാണ് ക്രൈസിസ് കപ്പാസിറ്റി. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ്? ചിലർ സഭയിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ചെയ്യും. പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്നാൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവാണ് നിങ്ങളെ കരുത്തുറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുന്നത്. എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് പറ, തീയിൽ കുരുത്തത് ബാക്കി പറ, വെയിലത്ത് വാടുകയില്ല. അപ്പോൾ ദൈവം ചിലപ്പോൾ തീയിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും, വെള്ളത്തിലൂടെ കൊണ്ടുപോകും. പക്ഷേ തീയിൽ പോകുമ്പോൾ, ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ കോഴഞ്ചേരിയിൽ ഞാൻ പറഞ്ഞു, തീയിൽ കൂടെ പോകുമ്പോഴും വെള്ളത്തിൽ കൂടെ പോകുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. തീയിൽ കൂടെ കടത്തി വിടുന്നവൻ തീയിലോട്ട് ഇറങ്ങി നമ്മളെ കൂടി വരും. വെള്ളത്തിൽ കൂടി കടത്തിക്കൊണ്ട് പോകുന്നവൻ വെള്ളത്തിൽ നമ്മളോടൊപ്പം ഇറങ്ങും. അല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെന്നറിയാം. തെളിവ് തരാം. ചെങ്കടലിലൂടെ പോകുമ്പോൾ ആദ്യം ഇറങ്ങിയത് ദൈവമാണ്. ആദ്യം ഇറങ്ങിയത്, എന്നിട്ട് അവിടെ മേഘത്തൂണായിട്ട് അവിടെ നിന്നു, എന്നിട്ടാണ് ബാക്കി ലൈനപ്പ് ചെയ്തത്. മുൻപടയും പിൻപടയുമായിട്ട് അവനങ്ങ് പോയി. എബ്രായ ബാലന്മാർ തീച്ചൂളയിൽ വീണപ്പോൾ ഈ ദൈവം പുറത്ത്, എന്തുണ്ട് മക്കളെ, ഇത്തിരിയൊക്കെ പൊള്ളട്ടെ, ഞാനും ഒക്കെ അങ്ങനെയൊക്കെ പോയതാ എന്നല്ല പറഞ്ഞത്. നാലാമനായി അവനും അവരോട് കൂടെ ഇരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ, തീയിൽ കൂടെ പോകുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളം നിന്നെ മുക്കി കൊല്ലുകയില്ല. കാരണം കൂടെ ഇരിക്കുമല്ലേ. അവൻ നിന്നെ ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമില്ല. മരണ നിഴലിൻ താഴ്വരയിൽ പോലും അവൻ കൂടെ ആ പ്രോസസ്സിലൂടെ ഉണ്ടായിരിക്കും എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിച്ചാൽ മതി. 2 കൊരിന്ത്യർ 4:8-9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സകല വിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും, ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും, നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും, ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതാണ് ക്രൈസിസ്. ജീവിതത്തിൽ അടിക്കടിയായി വലിയ ലിസ്റ്റാണ് പൗലോസ് പറയുന്നത്. യേശുവിനെ 40-1 പ്രാവശ്യം അടിച്ചു, ഒറ്റ പ്രാവശ്യമാണ്. പൗലോസിന് 5 പ്രാവശ്യം അങ്ങനത്തെ അടിച്ചു. യേശുവിനെ അടിച്ചതിൻ്റെ 5 മടങ്ങാണ് പൗലോസിന് അടി കൊണ്ടത്. ഒത്തിരി
ഒത്തിരി ക്രൈസിസിലൂടെ പോയി. എത്രത്തോളം അപായ സന്ധികളിലൂടെ പോകാനുള്ള കഴിവ് നമുക്കുണ്ട്, അതിനനുസരിച്ച് ജീവിതം വിശാലമാകും, അടുത്ത ലെവലിലേക്ക് പോകും. കർത്താവേ, ഇതെല്ലാം എടുത്ത് മാറ്റിത്തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അതിൽ നീ എന്നോട് കൂടെ ഇരുന്ന് എന്നെ അതിൽ ശാക്തീകരിച്ച് പഴയതിനേക്കാൾ സ്ട്രോങ് ആക്കി എന്നെ മാറ്റണേ എന്ന് പറഞ്ഞാൽ നിനക്ക് ക്ലാസ് കയറ്റമായി. അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് നിനക്ക് ക്ലാസ് കയറ്റം കിട്ടിയെന്നർത്ഥം. അതല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. 8ാം ക്ലാസ്സിൽ 8 വർഷം പഠിച്ച ഒരാളെ ഞാൻ കണ്ടു. 8ാം ക്ലാസ്സിലെ 8 വർഷം പഠിച്ച ഒരാൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ട്? ഒത്തിരി പേരുണ്ട്. അതേ ലെവലിൽ തന്നെ ഇപ്പോഴും നിൽക്കുക. ഒരേ സിലബസ്, ഒരേ ലെസൺ, ഒരേ കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഈ ആദ്യ പാഠങ്ങൾ ഒന്ന് വിട്ടിട്ട് ഒന്ന് മുകളിലോട്ടൊന്ന് വളരെ, അവിടെ എഴുതിയിട്ടുണ്ട്, ആദ്യ പാഠങ്ങൾ ഉപേക്ഷിച്ച് അടുത്ത ലെവലിലേക്ക് പോകാൻ. നമ്പർ 6 തീരുകയാണ്, റിസ്ക് കപ്പാസിറ്റി. റിസ്ക് എടുക്കാനുള്ള ശേഷി. റിസ്ക് എടുക്കാനുള്ള ശേഷി. റിസ്ക് കേട്ടിട്ടുണ്ട്. റിസ്ക് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുമോ? ലൂക്കോസിന്റെ സുവിശേഷം 10:3 കർത്താവ് പറഞ്ഞു, വായിക്കാമോ? പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സുവിശേഷത്തിലൊക്കെ ഇടുകയാണ്. ഭയങ്കര മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ഒന്ന് വായിച്ചേ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ഇവരൊന്നും വായിക്കുന്നില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വായിക്കേ. എങ്ങനെ അയക്കുന്നേ? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. വാട്ട് എ മോട്ടിവേഷൻ! ഇതാണ് റിസ്ക്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ ധൈര്യമില്ലെങ്കിൽ നിനക്ക് അടുത്ത ലെവലില്ല, അതിരുകൾ വിശാലമാകാനും പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? പരാജയപ്പെട്ടോട്ടെ, നോ പ്രോബ്ലം. പൊട്ടിയാലും പൊട്ടി അവൻ്റെ കയ്യിലോട്ടല്ല വീഴുന്നത്, വേറെ എങ്ങോട്ടും അല്ലല്ലോ. 8 നിലയിൽ പൊട്ടിക്കുമോ, പക്ഷെ നീ വീഴുന്നത് അവൻ്റെ കൈക്കുമ്പിളിലായിരിക്കും. ധൈര്യമായിട്ട് പൊട്ടിക്കോ, പക്ഷെ റിസ്ക് എടുക്കാൻ പഠിക്കേ. അതാണ് പത്രോസ് എന്താ ചെയ്തത്? കർത്താവ് നീയാണോ? എന്നാൽ ഞാനും വരുന്നു. ഇതായിരിക്കും വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഈ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞ് എന്നും ഇതാണ്, ചാകാൻ വേണ്ടി അവൻ ഇറങ്ങിയേക്കുവാ. എന്നെക്കുറിച്ച് മിനിസ്ട്രിയിൽ ഇറങ്ങിയപ്പോൾ ആൾ പറഞ്ഞു, ആരെങ്കിലും ഇക്കാലത്ത് ഇത് ചെയ്യുമോ? ഈ സ്ഥലത്ത് വന്നപ്പോൾ, ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് കാലുകുത്തിയ സമയത്ത് എന്നെ ചില ദൈവദാസന്മാർ പേഴ്സണൽ അപ്പോയിൻമെൻ്റ് എടുത്ത് മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എടുത്തുചാട്ടങ്ങൾ കുറയ്ക്കുക. എന്നോട് സ്നേഹം കൊണ്ട് അവർ പറഞ്ഞത്. ഇങ്ങനെ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ പോയിട്ട് കാശൊന്നുമില്ല, ബിൽഡിംഗ് ഫണ്ടുമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങൾ പതുക്കെ പതുക്കെ വളർന്നാൽ മതി. എന്നെ കൊണ്ടുപോയി മാറ്റി വിളിച്ച് ചില ദൈവദാസന്മാർ ഈ സിറ്റിയിൽ ഉപദേശിച്ച, ഇങ്ങനെ എടുത്തുചാടരുത്. പക്ഷെ പൗലോസ് എടുത്ത് ചാടിയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു റെക്കോർഡ് അവൻ്റെ പേരിൽ, മുങ്ങിയെങ്കിലും അവൻ്റെ പേരിൽ റെക്കോർഡുണ്ടായി. യേശുവിനോടൊപ്പം വെള്ളത്തിൽ നടന്ന ഒരേ ഒരു ശിഷ്യൻ. ചിലപ്പോൾ 3 അടിയോ അല്ലെങ്കിൽ 4 അടിയോ 5 അടിയോ 10 അടിയോ നടന്നു കാണുള്ളൂ, നോ പ്രോബ്ലം. ചെയ്തല്ലോ. മുങ്ങിത്താണപ്പോൾ അവനെന്ത് ചെയ്തു? മുങ്ങട വിശ്വാസമില്ലാത്തവനെ എന്ന് പറഞ്ഞിട്ട് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. അത്ര അല്പവിശ്വാസം. നീ എന്തിനാ ഭയപ്പെട്ടെ? കം, അവനെ പൊക്കിയെടുത്ത് ഒരുമിച്ച് കൈപിടിച്ച് നടന്നു. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒത്തിരി പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ആളുകൾ കളിയാക്കി കൈയടിച്ചാലും കുഴപ്പമില്ല, ഒരു റെക്കോർഡ് അവിടെ കിടക്കട്ടെ. അതാണ് റിസ്ക്. അതിന് കാര്യങ്ങളുണ്ട്. കർത്താവാണ് പറഞ്ഞത് കം. ഞാൻ വന്നോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? കം. അവിടെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ.
പെർമിഷൻ എടുത്താണ് പോയത്. തെറ്റുപറ്റിയത് എവിടെയായിരുന്നു അറിയാമോ? യേശുവിനെ നോക്കുന്നതിന് പകരം അതിലോട്ട് ശ്രദ്ധ മാറിപ്പോയി. ദാറ്റ് ഈസ് ഓൺലി മിസ്റ്റേക്ക് ഹി ഡിഡ്. അടുത്ത ആളുടെ പറയും, യേശുവിനെ മാത്രം നോക്കിയാൽ മതി. കാറ്റ് നോക്കണ്ട, കോള് നോക്കണ്ട, തിരമാല നോക്കണ്ട, ആർത്തിരമ്പുന്ന ഈ സാഗരത്തിലേക്കല്ല നീ നോക്കണ്ട. സാഗരം സൃഷ്ടിച്ചൊരുത്തൻ ആ വെള്ളത്തിന്റെ മുകളിൽ നിൽപ്പുണ്ട്. തിരമാലയുടെ തലമണ്ടയിൽ ചവിട്ടി നിൽക്കുന്ന യേശുവിനെ നോക്കിയാ മതി മോനെ, മോളെ. പ്രതിസന്ധികളുടെ നടുവിൽ കൈപിടിച്ച് Hallelujah. Number 7, the last one. Character capacity. സ്വഭാവശേഷി. Hallelujah. എന്നാ ശുശ്രൂഷ ചെയ്താലും, എന്തൊക്കെ ഈ ഭൂമിയിൽ നേടിയാലും, എത്ര വലിയ ട്രോഫി കിട്ടിയാലും, ദൈവസന്നിധിയിൽ അവാർഡും റിവാർഡും എല്ലാം കൂടെ കിട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ സ്വഭാവത്തിനാണ്. TC മേടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൂടി ചോദിക്കും. കേട്ടിട്ടുണ്ടോ? കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്താണത്? സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതിൽ മിക്കവാറും എല്ലാ ടീച്ചേഴ്സും അപ്പോഴത്തെ സ്കൂളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ വി ഫൗണ്ട് ദാറ്റ് ഹിസ് ക്യാരക്ടർ ഈസ് ഗുഡ് ആൻഡ് പ്ലീസിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ഹെഡ് മിസ്സസ് സീലൊക്കെ അടിച്ചു വിടും. എവിടെയെങ്കിലും പോയി ഗതി പിടിക്കട്ടെ. തലവേദന എന്ന് പറഞ്ഞാൽ മഹാതലവേദനയായിരുന്നു. ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ് ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തത്. ഇത് TC മേടിച്ച് കൊണ്ടുപോട്ടെ, ശല്യം ഒഴിയട്ടെ സ്കൂളിന്. അപ്പോൾ അത് എഴുതി കൊടുക്കും. ഇതുപോലെയൊന്നും അല്ല കർത്താവ് ചെയ്യുന്നത്. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ അവൻ ഹൃദയത്തെ നോക്കും. ഒറ്റ വചനം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 1:1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. 3 ആക്ഷൻ വെർബുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1 വാക്ക്, 2 സ്റ്റാൻഡ്, 3 സിറ്റ്. ഒന്നുകൂടി വായിച്ചേ. നടക്കാതെയും, മൊത്തം വായിക്കേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. ഇപ്പൊ എന്ത് നടക്കുക? പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ. പാപികളുടെ വഴി പോയി അവിടെ നിന്നു. പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരുന്നു. അപ്പം സ്പീഡ് കണ്ടോ? ആദ്യം നടന്നു, പിന്നെ നിന്നു, പിന്നെ ഇരുന്നു. എന്താണ് ഇവിടെ മനസ്സിലായത്? ഈ നടക്കുന്നതാണെങ്കിൽ പിന്നെ സഹിക്കാം, അവിടെ നമ്മൾ നടന്ന് രക്ഷപ്പെടാം. നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡേഞ്ചറസാണ്. ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനൊരു ചെറിയ പാപത്തിൽ വീണുപോയി എന്ന് പറയുന്നു ചില ആളുകളെ കണ്ടിട്ട്. അതങ്ങനെ പെട്ടെന്ന് അങ്ങ് വീണുപോയതൊന്നും അല്ലെന്നേ, കുറേ നാളായത് തുടങ്ങിയിട്ട്. ഹലോ, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. കുറേ നാൾ കൂടെ നടന്നു, പിന്നെ ഒന്ന് നിന്നു, പിന്നെ ഒന്ന് ഇരുന്നു. ആ പരുവം വരെ എത്തിയാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദുർനടപ്പ് വിട്ട് ഓടുവേൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഭയങ്കരമായൊരു പ്രലോഭനം യോസഫിൻ്റെ വീട്ടിലുണ്ട്. യജമാനത്തിയെ വന്ന് നിൽക്കുന്നത്. യജമാനത്തി വന്ന് വലിക്കുവാണ്. അവനെന്താ ചെയ്തത്? നടന്നോ, നിന്നോ, ഇരുന്നോ? അവൻ ഓടി. ദാറ്റ് ഈസ് ഓൺലി വേ. രക്ഷപ്പെടാൻ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഓടണം. നീ നടക്കരുത്, നീ നിൽക്കരുത്, ഇരിക്കരുത്. പകരം എന്ത് ചെയ്യണം? നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നതാണ് പാപവും ഭാരവും. അത് വിട്ടിട്ട് ഓടുക. ഓട്ടമോടി ഫിനിഷിംഗ് ലൈനിലെത്തുന്നത് വരെ ഓടുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ലൈഫിൽ എപ്പോഴും ബിസി ആയിരിക്കണം. അതുകൊണ്ട് എന്താ ഗുണം? പാപം ചെയ്യാൻ സമയമില്ല. അടുത്ത ആളോ, എനിക്ക് പാപം ചെയ്യാൻ സമയമില്ല എന്ന് പറ. സമയമില്ല പറ, എനിക്ക് പാപം ചെയ്യാൻ സമയം കിട്ടുന്നില്ല. സമയം ഉണ്ടെങ്കിലല്ലേ പാപം ചെയ്യുള്ളൂ. അത്രയ്ക്ക് ബിസിയാണ്. നിങ്ങൾ എന്ത് മനുഷ്യരാണ്! ഇത് മനസ്സിലാകുന്നില്ലേ? എപ്പോഴും ബിസി. ശുശ്രൂഷ അല്ലെങ്കിൽ ഇത് ഒത്തിരി കാര്യങ്ങൾ ബിസി 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 ബിസി, ഭയങ്കര ബിസി ആയിരിക്കണം.
ഗുണം എന്താണ്? പാപം ചെയ്യുന്നില്ല. കൺക്ലൂഷൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള 4 കാര്യങ്ങൾ ഇത് മാത്രം പറഞ്ഞിട്ട്. ഒന്ന്, ലേൺ കണ്ടിന്യൂസ്ലി. ഒന്ന് വായിച്ചേ. തുടർച്ചയായി പഠിക്കുക. എപ്പോഴും പഠിക്കുന്നൊരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കണം. ലേൺ സ്കിൽസ്. സദൃശവാക്യം 1:5 അത് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ വിചാരിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞാൽ, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഇനി ആ ഫേസ് തീർന്നു, ഇനി ജോലി ചെയ്താൽ മതി. അങ്ങനെയല്ല. മരണം വരെ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വായിച്ച് 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 വായിച്ച്. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ലീഡേഴ്സ് ആർ റീഡേഴ്സ്. ഇത്തിരി വായിക്കണം. നമ്പർ 2, സ്റ്റോപ്പ് സ്പീക്കിംഗ് സ്മോൾ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവത്തിനൊത്തവണ്ണം സംസാരിക്കുക. എൻ്റെ ദൈവമോ, നിൻ്റെ ബുദ്ധിമുട്ട്, തൻ്റെ മഹിമാതനത്തിനൊത്തവണ്ണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണം. വലിയ വലിയ കാര്യങ്ങളെ പറയാവൂ. കാരണം എന്താ? വലിയ ദൈവത്തെയാണ്. കാതറിൻ കുൾമാൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, തിങ്ക് ബിഗ്, സ്പീക്ക് ബിഗ്, ആക്ട് ബിഗ്, ബിക്കോസ് വി ഹാവ് എ ബിഗ് ഗോഡ്. കാതറിൻ കുൾമാൻ എപ്പോഴും പറയുന്നത്, ചിന്തിക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, സംസാരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ വലിയ കാര്യം ചെയ്യുക. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം വലിയ ദൈവമായി പോയി. അവന് നാണക്കേടുണ്ടാക്കരുത്, പ്ലീസ്. ഇതാണ് കാതറിൻ കുൾമാൻ എപ്പോഴും പറഞ്ഞത്. നമ്മുടെ ചിലരുടെ ജീവിതം കണ്ടാൽ, ഇത്രയും ഒരു ഗുണമില്ലാത്തൊരു ദൈവത്തെ വിശ്വസിച്ച് കിടക്കുന്നൊരു ജീവി എന്ന് ചിന്തിക്കാനിടയാകരുത്. നമ്മുടെ ജീവിതം അവൻ്റെ പ്രതിഫലനമാകട്ടെ. നമ്പർ 3, സ്പെൻഡ് ടൈം വിത്ത് എക്സ്പാൻഡിങ് പീപ്പിൾ. വളരുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. ആരെങ്കിലും ജീവിതത്തിൽ പുരോഗതി ഉണ്ട്, വളരുകയാണ്, ശുശ്രൂഷയിലോ എന്തിലൊക്കെ വളരുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാളോടൊപ്പം, അങ്ങനെയുള്ള വ്യക്തികളോടൊപ്പം ചേർന്ന് നിൽക്കുക. ഉണങ്ങി വരണ്ട് അസ്ഥി കോലമായി നിൽക്കുന്ന ഒരാളെ കൂടിയല്ല അസോസിയേറ്റ് ചെയ്യേണ്ടത്. വളരുന്നവരോടൊപ്പം നടക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇമ്പാർട്ടേഷൻ നിനക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ജ്ഞാനിയോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയാകുമെന്ന് സദൃശവാക്യം 13:20 പറയുന്നത്. ലാസ്റ്റ് വൺ, ഡിസിപ്ലിൻ യുവർ സെൽഫ്. സ്വയശിക്ഷണം പാലിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ അടക്കണം. ഏറ്റവും കോൺകർ ചെയ്യേണ്ടത് മറ്റ് രാജ്യങ്ങളെയല്ല, എന്നെയാണ് കോൺകർ ചെയ്യേണ്ടത്. ഞാൻ തന്നെ എൻ്റെ ശത്രുവായി മാറാം. എൻ്റെ വിശാലതയ്ക്കും വളർച്ചയ്ക്കും ഞാനൊരു ശത്രുവായി മാറാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ അടക്കി ഭരിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:27 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്തത്. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ഇനി പറയുന്ന വാക്കുകൾ ദയവായി ശ്രദ്ധിക്കണം. മെയ് മാസം അസാധാരണമായ വിശാലതകൾ തൻ്റെ ജനത്തിന് നൽകാൻ ദൈവം വെച്ച ഒരു സീസണാണ്. അതിരുകളെ വിശാലമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ആന്തരിക ലോകത്തെ വിശാലമാക്കിയാൽ മാത്രമേ നമ്മുടെ പുറത്തെ ലോകത്തെ ദൈവത്തിന് വിശാലമാക്കാൻ കഴിയൂ. അകത്ത് പണിയപ്പെടണം. മോർണിംഗ് ഗ്ലോറി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു സീരീസാണ് ഇൻസൈഡ് ഔട്ട്. ആരെങ്കിലും ഓർമ്മയുണ്ടോ? 4-5 വർഷത്തിന് മുമ്പ്, 2020 അല്ലേ? അതൊക്കെ ഒന്ന് വീണ്ടും കാണുക. അകത്ത് നിന്ന് ദൈവത്തിന് പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയും. അകത്ത് ആന്തരികമായൊരു വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ ബാഹ്യ വളർച്ച ഉണ്ടാകുകയുള്ളൂ. എല്ലാവരും നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആന്തരിക ലോകത്തെ വിശാലമാക്കണമേ. കുടുംബാന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ സമയം വേർതിരിച്ച് പരിശുദ്ധാത്മാവിന് നിൻ്റെ ആന്തരിക ലോകത്തിൽ പ്രവർത്തിക്കേണ്ടതിന് സമയം ലഭിക്കാൻ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
കൈ ഉയർത്തിപ്പിടിക്കുക. ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ പറയാം. കൈ താഴെ ഇടാം. ബൈബിൾ തുറന്നു വയ്ക്കുക. ഒരു നോട്ട്ബുക്ക് അടുത്ത് വയ്ക്കുക. പേന എടുത്ത് വയ്ക്കുക. പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒത്തിരി കാര്യങ്ങൾ ദൈവം അകത്തോട്ട് തരും. ചിലപ്പോൾ വായിക്കുക. ബൈബിൾ വായിക്കാൻ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുക. അപ്പോൾ അത് വായിക്കുക. ചിലപ്പോൾ വർഷിപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ വർഷിപ്പ് ചെയ്യുക. മുട്ടൂത്തി പ്രാർത്ഥിക്കാൻ. എപ്പോഴും ഇങ്ങനെ അകത്ത് ചോദിക്കണം ദൈവത്തോട്, കർത്താവ് വാട്ട് നെക്സ്റ്റ് അകത്ത് ചോദിക്കുക. ആത്മാവ് നയിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. ആ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു പുസ്തകം എടുത്ത് വായിക്കാനായിരിക്കും. എടുത്ത് വായിക്കുക. ചിലപ്പോൾ നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റോ മോർണിംഗ് ഗ്ലോറി ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് കേൾക്കണം. അകത്തൊരു ചെറിയൊരു തോന്നൽ വന്നാൽ അത് പിശാചാകാൻ സാധ്യതയില്ല. അത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ഉടനെ അത് ചെയ്യുക. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് പഠിച്ചെടുക്കുക. ഇങ്ങനെയാണ് ആന്തരിക ലോകം വലുതായി. അതേ സമയത്ത് എല്ലാവരോടും കൂടി ഇരുന്ന് വെടി പറഞ്ഞ് സൊറ പറഞ്ഞ് സമയം മുഴുവൻ നശിപ്പിച്ചു. കുറച്ച് സമയം എന്നാൽ അപ്പുറത്തെ ചേച്ചിയോട് വർത്തമാനം പറയാം എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു ഗ്രാമത്തിൽ. ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു വേലിയുണ്ട്. ആ വേലിയുടെ അടുക്കൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സ്ത്രീകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ സംസാരിച്ച് ഇവിടുത്തെ വിഷയങ്ങൾ. പിന്നെ ഇവിടുത്തെ എല്ലാം തീരുന്ന സമയത്ത് ഉഗാണ്ടയിലെ വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കും. എന്നെ ചുറ്റിക്കറങ്ങി പറഞ്ഞു അത്രയും സമയം ദൈവസന്നിധിയിൽ ഇരുന്നാലോ ആന്തരിക ലോകത്തെ കർത്താവ് വലുതാക്കും. കർത്താവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കാൻ എത്ര പേർക്ക് തയ്യാർ? ഈ 2026 അവസ്ഥകൾ മാറാൻ. അവസ്ഥ മാറുമെന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ മാറുക, അത് മാത്രം, അതൊക്കെ എൻ്റെ ബൈ പ്രോഡക്റ്റ്, അതൊക്കെ വന്നോളും. എന്നാൽ എൻ്റെ അവസ്ഥ ഒന്ന് മാറാൻ കൈ നെഞ്ചിൽ വെച്ച് പറ, കർത്താവേ എൻ്റെ അവസ്ഥ ഒന്ന് മാറ്റണമേ, എൻ്റെ ആന്തരിക ലോകത്തെ അങ്ങ് വിശാലമാക്കണമേ. പ്രാർത്ഥിക്കേ. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്.